9 മണിക്ക് ബസ്സിൽ നിന്ന് ഇറങ്ങി ഒരു കാറിൽ 11 മണിക്ക് തന്നെ റെയിൽവേ മോഡുലസ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് എക്സ് പ്ലസ് ഒരു കുത്തിട്ടാൽ അത് വൃത്തത്തിലാകാനുള്ള സാധ്യത എല്ലാം കഴിയുമ്പോൾ അതിൽ നിന്ന് കുറച്ച് പൈസ അങ്ങ് പിൻവലിച്ചു. വലിയ കുപ്പി ഒരു തവണയും നിറച്ച് ഒരു പാത്രത്തിൽ ഒഴിച്ചു, ചെറിയ കുപ്പി 2 തവണ നിറച്ചും വലിയ കുപ്പി പകുതി നിറച്ചും. എല്ലാവർക്കും നമസ്കാരം, എൻ്റെ പേര് ജെറിൻ. നിങ്ങളെ ഏവരെയും ട്രിക്ടേണിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇനി വരാൻ പോകുന്ന LPUP പരീക്ഷ എഴുതുന്ന, ഇനി വരാൻ പോകുന്ന LDC പരീക്ഷ എഴുതുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മൾ ഇന്നു മുതൽ പുതിയൊരു കാര്യം നമ്മുടെ ചാനലിലൂടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. നിങ്ങൾ എല്ലാവരും സ്ഥിരമായി നമ്മുടെ ചാനലിന്റെ താഴെ വന്ന് കമന്റ് ചെയ്യുന്നതാണ് SCRTയിലെ നല്ല നിലവാരമുള്ള ചോദ്യങ്ങൾ പഠിക്കാനായിട്ട് എന്തെങ്കിലും ചെയ്യണോ. അപ്പോൾ ഇന്നു മുതൽ നമ്മൾ SCRT പാഠപുസ്തകത്തിലുള്ള നിങ്ങളെ കുഴപ്പിക്കാൻ സാധ്യതയുള്ള, വന്നാൽ റാങ്ക് മേക്കിംഗ് ആവാൻ സാധ്യതയുള്ള നല്ല കുറേ ചോദ്യങ്ങൾ ചെയ്യാനായിട്ട് പോവാം. ആ ചോദ്യങ്ങൾ തിരഞ്ഞെടുത്ത് നിങ്ങൾക്ക് ക്ലാസ് കാണുമ്പോൾ മനസ്സിലാവും. നല്ല കുറേ ചോദ്യങ്ങളാണ്, തീരെ എളുപ്പമുള്ള ചോദ്യങ്ങളും നമ്മുടെ ചാനലിൽ തന്നെ നമ്മൾ പല ടോപ്പിക്കുകളിലായിട്ട് അവിടെ ഇവിടെയൊക്കെ പറഞ്ഞ ചോദ്യങ്ങളും ഒക്കെ കഴിവതും ഒഴിവാക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ആ ചോദ്യങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അത്യാവശ്യം കുഴപ്പിക്കാൻ സാധ്യതയുള്ള ഓരോ ചോദ്യങ്ങളും പറയാൻ പറ്റുന്നതിൻ്റെ മാക്സിമം എക്സ്പ്ലനേഷൻ തന്ന് ഞാൻ പറഞ്ഞു പോകാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഓരോരുത്തരോടും പറയാനുള്ള കാര്യം, ഇത് കൃത്യമായി ഒരു പ്രത്യേക നോട്ടിലാക്കി എഴുതി വെച്ചാൽ നിങ്ങൾക്ക് 100% പ്രയോജനമായിരിക്കും. ഒരു പക്ഷേ വരാൻ പോകുന്ന പരീക്ഷകൾക്ക് ഏറ്റവും കൂടുതൽ SCRTയിൽ നിന്നാണ് ചോദ്യമെങ്കിൽ, അത്യാവശ്യം കുഴപ്പിക്കുന്ന ചോദ്യങ്ങളാണെങ്കിൽ ഏറ്റവും കൂടുതൽ നിങ്ങളെ സ്വാധീനിക്കാൻ പോകുന്ന ചോദ്യങ്ങൾ ഒരു പക്ഷേ ഇതായിരിക്കും. ഇത് കൃത്യമായി കാണാനും കൃത്യമായി നോട്ടാക്കാനും ഓരോ ചോദ്യത്തിൻ്റെ എക്സ്പ്ലനേഷൻ്റെ കൂടെ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി എഴുതി വെക്കാനായിട്ടും ശ്രമിക്കുക. ഒന്നുകൂടെ പറയുന്നു, എക്സ്പ്ലനേഷനോടൊപ്പം പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പുതുതാണ് എന്ന് തോന്നിയാൽ മിക്കവാറും പുതിയ കാര്യങ്ങളായിരിക്കും. അത് കൃത്യമായി എഴുതി വെക്കാനായിട്ട് ശ്രമിക്കുക, ഉറപ്പായിട്ടും പ്രയോജനപ്പെടും. എന്നും പറയുന്ന കാര്യം ഞാൻ ഒന്നുകൂടെ പറയുന്നു, നമ്മുടെ ചാനലിൽ നിങ്ങൾ ആദ്യമായിട്ടാണെങ്കിൽ ക്ലാസ്സുകൾ ഉപകാരപ്പെട്ടാൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക. അത് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുമെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ ഈ പരീക്ഷ എഴുതുന്നവർക്കൊക്കെ ഈ ചാനൽ പരിചയപ്പെടുത്തി കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ഇനിയുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടാനായിട്ട് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് കാര്യം, നമുക്കൊരു ടെലിഗ്രാം ചാനലുണ്ട്. നമ്മുടെ ഒഫീഷ്യൽ ടെലിഗ്രാം ചാനലിൽ നിങ്ങൾ ഇതുവരെയും ഇല്ല എങ്കിൽ അതിൽ ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഈ പരീക്ഷകൾക്കൊക്കെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്കൊക്കെ അറിയാം, അതിൽ എക്സ്ട്രാ നമ്മൾ ചെയ്യുന്നുണ്ട്. വർക്കൗട്ട് ചോദ്യങ്ങളും എക്സാമും ഒക്കെ ആയിട്ട് അത് മാക്സിമം പ്രയോജനപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. ടെലിഗ്രാമിൽ മുകളിൽ സെർച്ച് ചെയ്യാൻ പറ്റും. അവിടെ ട്രിക്ടേൺ എന്ന് ക്യാപിറ്റൽ ലെറ്ററിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ആ ചാനൽ കിട്ടും. TRIG സ്പേസ് ഇട്ട് TUR. ഇനി അതുമല്ല, നമ്മുടെ എല്ലാ വീഡിയോയുടെയും ഡിസ്ക്രിപ്ഷനിൽ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഉണ്ട്. അത് മാക്സിമം പ്രയോജനപ്പെടുത്തുക. അപ്പോൾ കൃത്യമായി ഈ SCRT ചോദ്യങ്ങൾ പ്രത്യേകം എഴുതി വെക്കാനായിട്ട് ശ്രമിക്കുക, പഠിക്കുക. ക്ലാസ്സിലോട്ട് പോ. പാഠപുസ്തകത്തിൽ നിന്ന് നിങ്ങളെ കുഴപ്പിക്കാൻ സാധ്യതയുള്ള, വരാൻ സാധ്യതയുള്ള നല്ല കുറച്ച് ചോദ്യങ്ങൾ. ചോദ്യം നമ്പർ 1. 2 കുപ്പികളുടെ ഉള്ളളവുകൾ തമ്മിലുള്ള അംശബന്ധം 3:4 ആണ്. ചെറിയ കുപ്പി 2 തവണയും വലിയ കുപ്പി 1 തവണയും നിറച്ച് ഒരു പാത്രത്തിൽ ഒഴിച്ചു. ചെറിയ കുപ്പി 2 തവണ നിറച്ചും വലിയ കുപ്പി പകുതി നിറച്ചും മറ്റൊരു പാത്രത്തിൽ ഒഴിച്ചു. പാത്രങ്ങളിലെ വെള്ളങ്ങളുടെ അളവുകൾ തമ്മിലുള്ള അംശബന്ധം എത്രയാണ് എന്നതാണ് ചോദ്യം. 8ാം ക്ലാസ്സിലെ ചോദ്യമാണ്. ശ്രദ്ധിക്കുക എല്ലാവരും. മക്കളെ, 2 കുപ്പികളുണ്ട്. ആ 2 കുപ്പികളുടെ ഉള്ളളവുകൾ തമ്മിലുള്ള അംശബന്ധം 3:4 ആണ്. ഉള്ളളവെന്ന് കേട്ട് പേടിക്കണ്ട, വ്യാപ്തത്തിൻ്റെ മറ്റൊരു പേരാണ് ഉള്ളളവ്, അല്ലെങ്കിൽ കപ്പാസിറ്റിയാണ് ഇവിടെ സൂചിപ്പിച്ചേക്കുന്നത്. അതായത് ആദ്യത്തെ കുപ്പിയിലും രണ്ടാമത്തെ കുപ്പിയിലും എത്ര കൊള്ളുവോ അതിൻ്റെ റേഷ്യോയാണ് 3:4. അപ്പോൾ ആദ്യത്തെ കുപ്പിയിൽ 3ഉം രണ്ടാമത്തെ കുപ്പിയിൽ കൊള്ളുന്നത് 3:4 ആണ്. ഉള്ളളവെന്ന് പറഞ്ഞാൽ അതിൻ്റെ കപ്പാസിറ്റി എത്ര കൊള്ളും. അപ്പോൾ ആദ്യത്തെ കുപ്പിയിൽ എത്രത്തോളം കൊള്ളുമെന്ന് ചോദിച്ചാൽ 3x കൊള്ളും. രണ്ടാമത്തെ കുപ്പിയിൽ എത്രത്തോളം കൊള്ളുമെന്ന് ചോദിച്ചാൽ 4x കൊള്ളും. എന്തുകൊണ്ടാണ്? ഇവരുടെ കപ്പാസിറ്റി, ഉള്ളളവുകളുടെ റേഷ്യോ 3:4. റേഷ്യോ 3:4 ആണെങ്കിൽ
ഒറിജിനലി ആദ്യത്തെ കുപ്പിയിൽ 3x, രണ്ടാമത്തെ കുപ്പിയിൽ 4x. ഓക്കെ, ഇവിടെ വരെ സെറ്റാണ്. അപ്പൊ നിങ്ങൾ പറ, ഇവിടുത്തെ വലിയ കുപ്പി ഏതാ? വലിയ കുപ്പിക്കകത്ത് എന്തായാലും കണ്ടമാനം കൊള്ളും. 4x കൊള്ളുന്ന കുപ്പിയാണ് വലുത്, 3x കൊള്ളുന്ന കുപ്പിയാണ് ചെറുത്. ഇവിടെ വരെ ഓക്കെയാണ്. അപ്പോൾ വലിയ കുപ്പി എന്ന് പറഞ്ഞാൽ 4x കൊള്ളും, ചെറിയ കുപ്പി എന്ന് പറഞ്ഞാൽ 3x കൊള്ളും. കാര്യം 3 എന്ന് പറഞ്ഞാൽ ചെറുതും 4 എന്ന് പറഞ്ഞാൽ വലുതും അല്ലേ. ഇനി കാര്യത്തിലേക്ക് വരും. ചെറിയ കുപ്പി 2 തവണയും ചെറിയ കുപ്പി 1 തവണ നിറച്ച 3x. അപ്പൊ 2 തവണ നിറച്ച 6x. ഓക്കെ ആണോ? 2 ഗുണം 3x. 1 തവണ 3x. എടേ അപ്പൊ 2 തവണ 2 3x, 3x 6x. ഇനി വലിയ കുപ്പി 1 തവണയും നിറച്ച് ഒരു പാത്രത്തിൽ ഒഴിച്ചു. വലിയ കുപ്പി 4x ആണ്. അപ്പൊ ചെറിയ കുപ്പി 2 തവണ നിറച്ചു, 3x 6x ആയി. വലിയ കുപ്പി 1 തവണ നിറച്ചു, 4x നിറച്ചു ഒരു പാത്രത്തിൽ ഒഴിച്ചു. അപ്പൊ ആ പാത്രത്തിൽ മൊത്തം എത്ര ഉണ്ട്? ചെറുതിൽ നിന്നൊഴിച്ച 6xും വലുതിൽ നിന്നൊഴിച്ച 4x കൂടെ ചേർത്ത് ആദ്യത്തെ കുപ്പിയിൽ മക്കളെ 10x വെള്ളമുണ്ട്. സോറി, ആദ്യത്തെ പാത്രത്തിൽ 10x വെള്ളമുണ്ട്. ഓക്കെ ആണ്. ഒന്നുകൂടെ പറയുന്നു, ചെറിയ കുപ്പി 2 തവണ നിറച്ചു. ചെറിയ കുപ്പിയിൽ 1 പ്രാവശ്യം 3x, 2 പ്രാവശ്യം 6x. വലിയ കുപ്പി 1 പ്രാവശ്യം നിറച്ചു, 4x. വലിയ കുപ്പി 4x നിറച്ചു. ഇത്രയും കൂടെ ഒരുമിച്ച് ഒരു പാത്രത്തിൽ ഒഴിച്ചു. അപ്പൊ 6xും 4x കൂടെ ചേർത്ത് ആദ്യത്തെ പാത്രത്തിൽ ഒഴിച്ചത് മക്കളെ 10x ആണ്. ഓക്കെ ആണ്. ഇനി എന്തോ പറയുന്നേ? ചെറിയ കുപ്പി 2 തവണ നിറച്ചു. എടാ, ചെറിയ കുപ്പി 3x. അത് 2 തവണ നിറയ്ക്കാന്ന് പറഞ്ഞാൽ 6x. 1 തവണ 3x, 2 തവണ 2 3x 6x. ചെറിയ കുപ്പി 2 തവണ നിറച്ചും വലിയ കുപ്പി പകുതി നിറച്ചും മറ്റൊരു പാത്രത്തിൽ. വലിയ കുപ്പി 4x, അതിന്റെ പകുതി എന്ന് പറഞ്ഞാൽ 2x. 4x ആണ് വലുത്, അതിന്റെ പകുതി 2x. 4x വലിയത്, മൊത്തം 4x, അപ്പൊ അതിന്റെ പകുതി 2x. ഇത്രയും കൂടെ നിറച്ച് വേറൊരു പാത്രത്തിൽ. അപ്പൊ 6xും 2x കൂടെ ചേർത്ത് മൊത്തം 8x ആണ് വേറെ ഒരു പാത്രത്തിൽ നിറയ്ക്കുന്നത്. അപ്പൊ ആദ്യത്തെ പാത്രത്തിൽ 10x, രണ്ടാമത്തെ പാത്രത്തിൽ 8x. നമ്മളോട് എന്താ ചോദിച്ചേക്കുന്നത്? പാത്രങ്ങളിലെ വെള്ളത്തിന്റെ അളവുകൾ തമ്മിലുള്ള അംശബന്ധം. ഈ പാത്രത്തിലെ റേഷ്യോ, വെള്ളത്തിൽ എത്ര ഉണ്ടോ അതിന്റെ റേഷ്യോ. എടാ മക്കളെ, ആദ്യത്തെ പാത്രത്തിൽ 10x, രണ്ടാമത്തെ പാത്രത്തിൽ 8x. ഇവരുടെ റേഷ്യോ എടുക്കുമ്പോൾ 10x:8x. ഈ 2 സൈഡിൽ നിന്നും എക്സും എക്സും പോയി 10ഉം 8ഉം നമുക്ക് 2 കൊണ്ട് ഭാഗിക്കാം. 2 കൊണ്ട് ഭാഗിച്ചും നമുക്ക് പറയാം 5:4 ഉത്തരം. ഓപ്ഷൻ ബി ഈസ് അവർ ആൻസർ. 1 തവണയും കൂടെ പടേന്ന് പിടിക്കും. 2 കുപ്പി, ആദ്യത്തെ കുപ്പിയിലുള്ളത് 3, രണ്ടാമത്തെ കുപ്പിയിലുള്ളതിന്റെ റേഷ്യോ 4. ഒറിജിനലി ആദ്യത്തെ കുപ്പിയിൽ 3x, രണ്ടാമത്തെ കുപ്പിയിൽ 4x. അപ്പൊ ഇവിടെ വലിയ കുപ്പി 4x, ചെറിയ കുപ്പി 3x. ഇനി എന്തോ പറയുന്നേ? ചെറിയ കുപ്പി 2 തവണയും ചെറിയ കുപ്പി 3x ഉണ്ട്. അത് 2 തവണ ഒഴിച്ചാൽ 6x ആവും. ഇനിയും വലിയ കുപ്പി 1 തവണയും വലിയ കുപ്പിയിൽ 4x ആണ്. ഇത് രണ്ടും കൂടെ ഒരു പാത്രത്തിൽ ഒഴിച്ചു. 6xും 4x കൂടെ ചേർത്ത്, ചെറുത് വെച്ച് തന്നെ 6x ആയി, വലുത് വെച്ച് 4x ആയി. മൊത്തം 6xും 4xും ആദ്യത്തെ പാത്രത്തിൽ 10x. ഇനിയും ചെറിയ കുപ്പി 2 തവണ നിറച്ചും ചെറിയ കുപ്പിയിൽ 3x, 2 തവണയാകുമ്പോൾ 3x + 3x 6x, അല്ലെ 3x × 2 പ്രാവശ്യം അല്ലേ 6x. ഇനിയും വലിയ കുപ്പി പകുതി നിറച്ചും വലിയ കുപ്പിയിൽ 4x, അതിന്റെ പകുതി എന്ന് പറഞ്ഞാൽ 2x. ഇത് രണ്ടും കൂടെ ചേർത്ത് വേറൊരു പാത്രത്തിൽ 6xും 2xും 8x. അപ്പൊ ഈ 2 പാത്രങ്ങളിലെ വെള്ളത്തിന്റെ റേഷ്യോയാണ് ചോദിച്ചേക്കുന്നത്. ആദ്യത്തെ പാത്രത്തിൽ മക്കളെ 10x, രണ്ടാമത്തെ പാത്രത്തിൽ മക്കളെ 8x വെള്ളം. ഇവരുടെ റേഷ്യോ കാണണം. എക്സും എക്സും 2 സൈഡിലും ക്യാൻസൽ. 10ഉം 8ഉം വെട്ടിക്കളഞ്ഞ് നമുക്ക് പറയാം
5:4 ഉത്തരം. ഓപ്ഷൻ ബി ഈസ് അവർ ആൻസർ. അടുത്ത ചോദ്യം ഇത്. ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയ വൃത്തസ്തംഭത്തിന്റെ പാദത്തിന്റെ ആരം 15 സെന്റിമീറ്റർ, ഉയരം 32 സെന്റിമീറ്റർ ആണ്. ഇരുമ്പുരുക്കി പാദത്തിന്റെ ആരം 20 സെന്റിമീറ്റർ ആയ വൃത്തസ്തംഭം ഉണ്ടാക്കി. ഈ സ്തംഭത്തിന്റെ ഉയരം എത്രയാണ് എന്നതാണ് ചോദ്യം. 9ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ നിന്നുള്ള ചോദ്യമാണ്. അപ്പോ ഈ ചോദ്യത്തിലേക്ക് വരുന്നതിന് മുമ്പ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, കേൾക്കണം. 2 കാര്യങ്ങൾ, ആ പോയിന്റ് വേണമെങ്കിൽ നിങ്ങൾ നോട്ടിലാക്കി വെക്കണം മക്കളെ. ഒരു വൃത്തസ്തംഭം എന്ന് പറയുമ്പോൾ ഏകദേശം ഇതുപോലെ ഇരിക്കും. അതായത് താഴെയും മേളിലും വൃത്തമാണ്, അത് വെച്ച് കണക്ട് ചെയ്തിരിക്കുന്നു. ഒരു വൃത്തസ്തംഭം ഇംഗ്ലീഷിൽ അവരെ സിലിണ്ടർ എന്ന് പറയും. ഇനി ഇംഗ്ലീഷിൽ മറ്റൊരു പേരുണ്ട്, സർക്കുലാർ പ്രിസം എന്ന് പറയും. രണ്ടും ഒന്ന് തന്നെ. വൃത്തസ്തംഭം ഇംഗ്ലീഷിൽ അവരെ സിലിണ്ടർ, സർക്കുലാർ പ്രിസം, ഇതെല്ലാം ഒരേ ആള് തന്നെ. താഴെയും മേളിലും വട്ടമാണ്, വൃത്തമാണ്, ആ വൃത്തം കണക്ട് ചെയ്തിരിക്കുന്ന സാധനം. അപ്പോ ഇതിനെയാണ് സിലിണ്ടർ അല്ലെങ്കിൽ വൃത്തസ്തംഭം എന്ന് പറയുന്നത്. മക്കളെ, ഏതൊരു വൃത്തസ്തംഭത്തിന്റെയും വ്യാപ്തം കാണാൻ ഓർത്തു വെച്ചോളുക, πr²h ആണ്. πr²h ആണ്. സിലിണ്ടറിന്റെ, വൃത്തസ്തംഭത്തിന്റെ, സർക്കുലാർ പ്രിസത്തിന്റെ വോളിയം വ്യാപ്തം കാണാൻ ഓർത്തു വെച്ചോളുക, πr²h ആണ്. ആർ എന്ന് പറഞ്ഞാൽ താഴത്തെ ആരം, റേഡിയസ്. എച്ച് എന്ന് പറഞ്ഞാൽ വേണ്ട ഈ വൃത്തസ്തംഭത്തിന്റെ ഹൈറ്റ്. അപ്പൊ ഓർക്കുക, ഏതൊരു വൃത്തസ്തംഭത്തിന്റെയും വോളിയം കാണാൻ πr²h ആണ്. ഇത് കണക്ട് ചെയ്യാനായിട്ട് ഞാൻ ഒരു കാര്യം കൂടെ പറയാം. വൃത്തസ്തംഭം എന്ന് പറയുമ്പോൾ താഴെ വൃത്തമാണ്, വൃത്തത്തിന്റെ ഏരിയ πr² ആണ്, പിന്നെ ഈ ഹൈറ്റ് πr²h. ഇങ്ങനെ കണക്ട് ചെയ്യാം. ഏതൊരു പ്രിസത്തിന്റെയും വോളിയം എന്ന് പറഞ്ഞാൽ ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് ആണ് എന്നൊരു പൊതു സാധനമുണ്ട്. 3D പഠിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ്. ഏതൊരു പ്രിസത്തിന്റെയും വോളിയം കാണാൻ ഒന്നും നിങ്ങൾ കാണാതെ പഠിച്ചില്ലെങ്കിലും താഴത്തെ ഏരിയ ഹൈറ്റും കൊണ്ട് ഗുണിച്ചാൽ മതി എന്നൊരു പൊതു സാധനമുണ്ട്. ഇവിടെ വൃത്തസ്തംഭത്തിന് ബേസ് വൃത്തമാണ്, ബേസ് ഏരിയ πr² ആണ്, ഇൻറ്റു ഹൈറ്റ് πr²h. ഓക്കെ ആണ്. ഇനി നമ്മൾ രണ്ടാമത് പറയാൻ പോകുന്ന ഒരു കാര്യം, നിങ്ങൾ ജോമെട്രിയിൽ സ്ഥിരം കാണുന്നതാണ്. ഒരു സാധനത്തെ ഉരുക്കി മറ്റൊരു സാധനമാക്കുന്നു. ഒരു സ്തംഭത്തെ ഉരുക്കി ഒരു സ്തൂപികയാക്കുന്നു, അല്ലെങ്കിൽ ഒരു ക്യൂബിനെ ഉരുക്കി ഒരു സ്പിയർ ആക്കുന്നു, ഒരു ഗോളത്തെ ഉരുക്കി ഒരു സിലിണ്ടർ ആക്കുന്നു, ഒരു ഗോളത്തെ ഉരുക്കി ഒരു ഹെമിസ്ഫിയർ ആക്കുന്നു. ഒരു സാധനത്തെ ഉരുക്കി മറ്റൊരു സാധനമാക്കുമ്പോൾ രണ്ടു പേരുടെയും വോളിയം സെയിം ആയിരിക്കും. ഇത്തരത്തിലുള്ള ചോദ്യങ്ങളിൽ 99% ഫോളോ ചെയ്യുന്ന കൺസെപ്റ്റ് ഇതായിരിക്കും. ഒരു സാധനത്തെ കംപ്ലീറ്റ് ആയിട്ട് മറ്റൊരു സാധനമാക്കുമ്പോൾ രണ്ടു പേരുടെയും വോളിയം, ഉള്ളളവ് സെയിം ആയിരിക്കും. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്ക്. നമ്മൾ ഈ ഷേപ്പിൽ ഒരു സാധനം നമ്മുടെ കയ്യിലുണ്ട്, അത് നമ്മൾ ഈ ഷേപ്പിലാക്കണം. നമ്മളൊന്നും കളയുന്നില്ല. ഇതിൻ്റെ അകത്തിൽ എന്തുണ്ടോ അത് നമ്മൾ ഷേപ്പ് വേറൊരെണ്ണം ആക്കുന്നു എന്നേ ഉള്ളൂ. കണ്ടന്റ്, ഉള്ളിലുള്ളത്, അകത്തുള്ളത്, കപ്പാസിറ്റി എല്ലാം സെയിമായി. ഇവിടെ ഉള്ളതെല്ലാം അവിടെ പോയി അതിൻ്റെ ഷേപ്പ് മാത്രമേ മാറുന്നുള്ളൂ. കപ്പാസിറ്റി, ഉള്ളളവെന്ന് പറഞ്ഞാൽ വോളിയം. അപ്പൊ ഇനി എപ്പോഴെങ്കിലും നിങ്ങൾ ഈ മോഡലിലുള്ള ചോദ്യം വരുമ്പോൾ ഓർത്തോണം, ഒരു സാധനം ഉരുക്കി മറ്റൊരു സാധനമാക്കുന്നു, രണ്ടിൻ്റെയും വോളിയം സെയിം ആണ്. ഒരു ഗോളം ഉരുക്കി ഒരു അർദ്ധഗോളമാക്കുന്നു, ഗോളത്തിന്റെ വോളിയവും അർദ്ധഗോളത്തിന്റെ വോളിയവും ഒന്നാണ്. ഒരു സിലിണ്ടറിനെ ഉരുക്കി ഒരു കോണാക്കുന്നു, സിലിണ്ടറിന്റെ വോളിയവും കോണിന്റെ വോളിയവും ഒന്ന് തന്നെയാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പഠിച്ചതൊന്ന് പറഞ്ഞു നോക്കിയേ മക്കളെ. വൃത്തസ്തംഭം ഇംഗ്ലീഷിൽ സിലിണ്ടർ അല്ലെ സർക്കുലാർ പ്രിസം. വൃത്തസ്തംഭത്തിന്റെ വോളിയം, കപ്പാസിറ്റി, വ്യാപ്തം കാണാൻ πr²h. താഴെ πr², പിന്നെ ഹൈറ്റ് πr²h. ആർ എന്ന് പറഞ്ഞാൽ ആരം, റേഡിയസ്. ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഉയരം, ഉന്നതി, h. ഇനി പിന്നെ ഒരു സാധനത്തെ ഉരുക്കി മറ്റൊരു സാധനമാക്കുമ്പോൾ രണ്ടുപേരുടെയും വോളിയം, വ്യാപ്തം സെയിം ആയിരിക്കും. ഇനി നമുക്ക് ചോദ്യത്തിലേക്ക് വരാം.
ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയ ഒരു വൃത്തസ്തംഭത്തിന്റെ പാദ ആരം 15 സെന്റിമീറ്റർ. ഒരു സിലിണ്ടർ ഉണ്ട്. ആ സിലിണ്ടറിന്റെ പാദം ആരം എന്ന് പറഞ്ഞാൽ താഴത്തെ ആരം റേഡിയസ് 15 സെന്റിമീറ്റർ. ഇനി ഉയരം 32 സെന്റിമീറ്റർ. അപ്പോൾ ഒരു സിലിണ്ടർ ഉണ്ട്, അതിന്റെ റേഡിയസ് 15 ഹൈറ്റ് ഉയരം 32. ഇതുരുക്കി ഇരുമ്പുരുക്കി വേറെ ഒരു സിലിണ്ടർ ഉണ്ടാക്കുന്നു, വേറെ ഒരു വൃത്തസ്തംഭം ഉണ്ടാക്കി. ആ വൃത്തസ്തംഭത്തിന്റെ ആരം 20 സെന്റിമീറ്റർ ആണ് റേഡിയസ്. ഈ വൃത്തസ്തംഭത്തിന്റെ ഉയരം എത്രയാണ് എന്നതാണ് ചോദ്യം. ചോദ്യം ഒന്നുകൂടെ. ഒരു സിലിണ്ടർ ഉണ്ട്, ആ സിലിണ്ടറിന്റെ പാദ ആരം റേഡിയസ് 15, സിലിണ്ടറിന്റെ ഉയരം 32. ഈ സാധനം ഉരുക്കി വേറൊരു വൃത്തസ്തംഭം ഉണ്ടാക്കി. ആ വൃത്തസ്തംഭത്തിന്റെ പാദ ആരം റേഡിയസ് 20, ഉയരം എത്രയാണ് എന്നതാണ് ചോദ്യം. അപ്പോഴേ നമ്മൾ മനസ്സിൽ ഓർക്കണം, ഒരു സാധനത്തെ ഉരുക്കി മറ്റൊരു സാധനമാക്കുമ്പോൾ രണ്ടുപേരുടെയും വോളിയം സെയിം ആണ്. ഇവിടെ ഒരു സിലിണ്ടറിനെ ഉരുക്കി മറ്റൊരു സിലിണ്ടർ ആക്കുന്നു, രണ്ടുപേരുടെയും വോളിയം വ്യാപ്തം കപ്പാസിറ്റി ഒന്നാണ് വ്യാപ്തം. അപ്പൊ ആദ്യത്തെ സിലിണ്ടറിന്റെ വോളിയം നമ്മൾ എഴുതി πr²h. രണ്ടാമത് ഉണ്ടാക്കുന്നത് സിലിണ്ടർ ആണ്, അവരുടെ വോളിയവും πr²h വൃത്തസ്തംഭം. ഇത് രണ്ടും സെയിം ആണ്. ഇത് രണ്ടും സെയിം ആണ്. മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ആദ്യത്തെ റേഡിയസിനെ R1 എന്നും ആദ്യത്തെ ഹൈറ്റിനെ h1 എന്നും കൊടുക്കാം. രണ്ടാമത്തെ റേഡിയസിനെ R2 എന്നും രണ്ടാമത്തെ ഹൈറ്റിനെ h2 എന്നും കൊടുക്കാം. അപ്പൊ ആദ്യത്തെ R1 15, h1 32, R2 20, h2 ആണ് നമുക്ക് കാണണ്ടേ. ഈ വാല്യൂ അങ്ങോട്ട് ഇടുക. π × R1². R1 എന്ന് പറഞ്ഞാൽ 15, 15ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2 പ്രാവശ്യം 15, സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2 പ്രാവശ്യം. വേണേ 225 എഴുതാം, ഞാൻ മനഃപൂർവ്വം എഴുതാത്ത വെട്ടാനുള്ള എളുപ്പത്തിന് വേണ്ടി. ഇനി h എന്ന് പറഞ്ഞാൽ ഹൈറ്റ് 32 ഈക്വൽ ടു π അതുപോലെ എഴുതി. R2 എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ആരം 20 × 20, ഹൈറ്റ് h2 നമുക്കറിയത്തില്ല, അതുകൊണ്ട് അതുപോലെ h2 എന്ന് കൊടുത്തു. നമുക്ക് രണ്ടാമത്തെ ഹൈറ്റ് ആണ് കാണണ്ടേ. രണ്ടാമത്തെ ഹൈറ്റ് കാണണം, h2 കാണണം. മക്കളെ, രണ്ട് സൈഡിലും പൈ ഉണ്ട്, നമുക്കത് വെട്ടിക്കളയാം. അവിടെയും ഇവിടെയും കോമൺ ആയിട്ട് പൈ വന്നു, വെട്ടിക്കളയാം. അപ്പൊ h2 കാണാൻ ഇവിടെ ഓൾറെഡി എന്തോ ഉണ്ട്, 15 × 15 × 32 ഓൾറെഡി ഉണ്ട്. ഇനി ഇവിടെ നിന്നുള്ള 20 20 താഴേക്ക് കൊണ്ടുവരണം. കാര്യം ഇവിടെ ഇൻഡു ആണ്, ഇവന്മാര് താഴെ വരും. 20 × 20. ചിലര് ചിന്തിക്കും h2 ഇവിടെ അല്ലേ, ഞാൻ ഇപ്പുറത്തോട്ട് എഴുതിയെന്നേ ഉള്ളൂ. ഇനി ഇത് വെട്ടിക്കളയാം. എന്ത് വെച്ച് നമുക്ക് വെട്ടാം? 15ഉം 20ഉം 4 വെച്ച് വെട്ടാം. ഇത് 3 ആവും, ഇത് 4 ആവും. 15ഉം 20ഉം 5 വെച്ച് വെട്ടാം. ഇത് 3 ആവും, ഇത് 4 ആവും. ഇനി 4ഉം 32ഉം 4 വെച്ച് വെട്ടാം. 1 4 4, ഇത് 8 ആവും. 4 8 4 വെച്ച് വെട്ടാം. ഇത് 2 ആവും. അപ്പൊ നമ്മുടെ ഉത്തരം 2 × 3 × 3, 2 × 3 6, 6 × 3 18. സെറ്റാണ്. നമ്മുടെ ഉത്തരം 18 സെന്റിമീറ്റർ. ഓക്കെ ആണ്. ഞാൻ ഒരു വട്ടം കൂടെ പഴയെന്ന് പിടിക്കും, നിങ്ങൾ എൻ്റെ ഒപ്പം. ഒരു വൃത്തസ്തംഭം, വൃത്തസ്തംഭത്തിന്റെ പാദ ആരം റേഡിയസ് ഞാൻ R1 എന്ന് കൊടുത്തു, അത് 15. ഒരു വൃത്തസ്തംഭത്തിന്റെ ഉയരം ആദ്യത്തെ വൃത്തസ്തംഭമായതുകൊണ്ട് h1 എന്ന് കൊടുത്തു, 32. ഈ സാധനത്തെ ഉരുക്കി വേറൊരു വൃത്തസ്തംഭം ഉണ്ടാക്കുന്നു. അതിന്റെ പാദ ആരം, അതായത് റേഡിയസ് രണ്ടാമത്തവനായതുകൊണ്ട് 20. അതിന്റെ ഉയര ഹൈറ്റ് h2 ആണ് നമുക്ക് കാണേണ്ടത്. ഓക്കെ ആണ്. നമുക്കെല്ലാവർക്കും അറിയാം, ഒരു സാധനത്തെ ഉരുക്കി മറ്റൊരു സാധനമാക്കുമ്പോൾ രണ്ടുപേരുടെയും വോളിയം വ്യാപ്തം സെയിം ആണ്.
ഇവിടെ ഒരു സിലിണ്ടറിനെ ഉരുക്കി മറ്റൊരു സിലിണ്ടർ ആക്കുന്നു, വൃത്തസ്തംഭമാക്കുന്നു. രണ്ടുപേരുടെയും വോളിയം സെയിം ആണ്, വ്യാപ്തം. ആദ്യത്തെ സിലിണ്ടറിന്റെ വ്യാപ്തം കാണാൻ πr²h, ആദ്യത്തേതായതുകൊണ്ട് R1 H1. രണ്ടാമത്തെ സിലിണ്ടറിന്റെ വ്യാപ്തം കാണാൻ πr²h, രണ്ടാമത്തേതായതുകൊണ്ട് R2 H2. ഇനി നിങ്ങൾ പൈ അതുപോലെ എഴുതി ഇൻഡോ R1ന്റെ സ്ക്വയർ. R1 15 15ന്റെ സ്ക്വയർ ആയതുകൊണ്ട് 2 വട്ടം. H1 എന്ന് പറയുന്നത് 32, അതുപോലെ എഴുതി പൈ ഇൻഡോ R2 എന്ന് പറയുന്നത് 20, 20ന്റെ സ്ക്വയർ ആയതുകൊണ്ട് മക്കളെ 2 വട്ടം. H2 ഹൈറ്റ് നമുക്കറിയത്തില്ല, അത് അതുപോലെ എഴുതി. നമുക്ക് രണ്ടാമത്തെ സിലിണ്ടറിന്റെ ഉണ്ടാക്കുന്ന സിലിണ്ടറിന്റെ ഹൈറ്റ് ആണ് കാണണ്ടേ, H2 ആണ് കാണണ്ടേ. അപ്പൊ ഹൈറ്റ് കാണണം. നിങ്ങൾ നല്ലവണ്ണം നോക്കിയാൽ മനസ്സിലാവും. ഇവിടുന്നും പൈ നമുക്ക് ക്യാൻസൽ ചെയ്യാം, കാര്യം രണ്ട് സൈഡിലും ഒരുപോലെ പൈ ഉണ്ട്. അപ്പൊ H2 കാണാൻ ചിലർക്ക് H2 ഇവിടെ എഴുതുമ്പോൾ ഒരു കൺഫ്യൂഷൻ വരും. അപ്പൊ ഇവിടെ ഓൾറെഡി മക്കളെ 15 × 15 × 32 ഉണ്ട്. H2 കാണാൻ ഈ 20 × 20 ഇപ്പുറത്തേക്ക് വന്നു. ഒരു ഇൻറ്റു അവിടെ പോകുമ്പോൾ ഡിവിഷൻ ആവും. 4 വെച്ച് വെട്ടിയാൽ ഇത് 3, 5 വെച്ച് വെട്ടിയാൽ ഇത് 3, ഇത് 4, ഇത് 3, ഇത് 4, 1 4 4, ഇത് 8, 1 4 4, 24 8. ഇതെല്ലാം കൂടെ ഗുണിക്കുമ്പോ നമുക്ക് മനസ്സിലായി 18 സെന്റിമീറ്റർ ആണ് ഉത്തരം. ഇനി ഈ സാധനം മറക്കത്തില്ല എന്ന് കരുതുന്നു. ഒരു വൃത്തസ്തംഭത്തിന്റെ വ്യാപ്തം πr²h, πr²h, വൃത്തസ്തംഭം സിലിണ്ടർ. ഇനി ഏതൊരു സാധനത്തെ ഉരുക്കി മറ്റൊരു സാധനമാക്കിയാലും രണ്ടുപേരുടെയും വോളിയം വ്യാപ്തം സെയിം ആണ്. ഇനിയും നമ്മൾ ചെയ്യാൻ പോകുന്നത് 9ാം ക്ലാസ്സിലെ മറ്റൊരു ചോദ്യമാണ്. ശ്രദ്ധിക്കുക, ഇതിനൊരു എളുപ്പവഴിയുണ്ട്. ആ എളുപ്പവഴി ഞാൻ പറയാം. ആ എളുപ്പവഴി പറഞ്ഞതിന് ശേഷം എന്തുകൊണ്ടാ വന്നതെന്നും കൂടെ ഞാൻ പറയാം. ആ എളുപ്പവഴി പഠിച്ച് അതിൻ്റെ കൺസെപ്റ്റും കൂടെ പക്കയാവുമ്പോൾ ഈ മോഡലിലെല്ലാം നമുക്ക് ഒപ്പിക്കാം. ഇവിടെ ശ്രദ്ധിക്കാം, മോഡുലസ് ഓഫ് x-1 എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് x-3 ആണ്. എങ്കിൽ എക്സിന്റെ വില എത്ര എന്നതാണ് ചോദ്യം. കണ്ടോ? അതായത് മോഡുലസ് ഓഫ് x-1, x-1ന്റെ കേവല വില എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് x-3, x-3യുടെ കേവല വിലയ്ക്ക് തുല്യം. നമുക്ക് എല്ലാവർക്കും അറിയാം, പല രീതിയിലായി ചെയ്യുന്നത്. ഇതിൻ്റെ അകത്തില് ഇപ്പം 3ന്റെ മോഡുലസ് എന്ന് പറഞ്ഞാൽ 3 തന്നെയാണ്, -3ന്റെ മോഡുലസ് എന്ത് തന്നെയാണ്, 3 തന്നെയാണ്. അപ്പൊ കേവല വില പ്ലസ് സംഖ്യയ്ക്കും മൈനസ് സംഖ്യയ്ക്കും ഒരുപോലെയാ വരുന്നത്. അങ്ങനെയൊക്കെ ഉണ്ട്. ഇത് ചെയ്യാനായിട്ട് ഞാനൊരു സിമ്പിൾ ടെക്നിക്ക് പറയാം. ഈ മോഡൽ ഒരു ചോദ്യം വന്ന ഏത് മോഡൽ, x-1 = x-3 മോഡുലസ് ഓഫ്, അല്ലെ മോഡുലസ് ഓഫ് x-4 = x മോഡുലസ് ഓഫ് x-6, രണ്ട് സൈഡിലും മോഡുലസ്, ഈ ഒരു രീതിയിൽ വന്ന എക്സിന്റെ വില കാണാൻ ഈ 1ഉം 3 കൂട്ടിയിട്ട് പകുതി എടുത്താൽ മതി. 1ഉം 3 കൂട്ടിയാൽ 4, 4ന്റെ പകുതി മക്കളെ 2. ഒന്നുകൂടെ ഞാൻ വീണ്ടും പറയുന്നു, ഈ മോഡലിൽ തന്നെ കിടക്കണം. എന്തുകൊണ്ടാന്ന് ഞാൻ പറയാം. x-1, x-3 രണ്ട് സൈഡിലും മൈനസ്, എക്സിൽ തുടങ്ങി മോഡുലസ് വന്നു. ഈ 1ഉം 3 കൂട്ടിയിട്ട് പകുതി, 1ഉം 3 കൂട്ടുമ്പോൾ 4, 4ന്റെ പകുതി 2, 2 ഉത്തരം ഓപ്ഷൻ ഡി. സ്വാഭാവികമായും നിങ്ങൾ ചിന്തിക്കും, ഇവിടെ എന്തുവാടാ ഈ സംഭവം, ഇതൊക്കെ എങ്ങനെ കിട്ടും? ഒന്നുമില്ല, ഇങ്ങോട്ട് ശ്രദ്ധിക്കുക. മോഡുലസ് ഓഫ് x-1 = മോഡുലസ് ഓഫ് x-3. മക്കളെ, ഇതിന്റെ അർത്ഥം എക്സും എക്സ് സംഖ്യാരേഖയിൽ എക്സ് എന്ന് പറയുന്ന പോയിന്റും 1 എന്ന് പറയുന്ന പോയിന്റും തമ്മിലുള്ള അകലമാണ് ഇത്. ഇതിന്റെ അർത്ഥം നമ്പർ ലൈനിൽ സംഖ്യാരേഖയിൽ എക്സ് എന്ന് പറയുന്ന പോയിന്റും 3 എന്ന് പറയുന്ന പോയിന്റും തമ്മിലുള്ള അകലമാണ്. ഇപ്പൊ കുറച്ചു പേർക്ക് കത്തി. മക്കളെ, സംഖ്യാരേഖയിൽ നമ്പർ ലൈനിൽ ശ്രദ്ധിക്കുക, നമ്പർ ലൈനിൽ 2 പോയിന്റുകൾക്കിടയിലുള്ള അകലം കാണാനാണ്
നമ്മൾ മോഡുലസ് ഓഫ് എ മൈനസ് ബി എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിക്കുന്നത്. നമ്പേഴ്സിന്റെ ക്ലാസ്സിൽ നമ്മളിത് പഠിച്ചതാണ്. മോഡുലസ് ഓഫ് എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ സംഖ്യാരേഖയിൽ എയ്ക്കും ബിക്കും ഇടയിലുള്ള അകലം കാണാൻ, ദൂരം കാണാനാണ്. അപ്പൊ ഇതിന്റെ അർത്ഥം എന്തുവാ? എ മുതൽ ബി വരെയുള്ള അകലം. അപ്പൊ ഈ സംഖ്യാരേഖയിൽ ഇതിന്റെ അർത്ഥം എക്സ് മുതൽ 1 വരെയുള്ള അകലം, എക്സ് മുതൽ 3 വരെയുള്ള അകലം. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇനി ഇതൊന്ന് വായിച്ചേ. എക്സ് മുതൽ 1 വരെയുള്ള അകലമാണ് ഇത്. എക്സ് മുതൽ 3 വരെയുള്ള അകലമാണ് ഇത്. ഈ രണ്ട് അകലവും തുല്യമാണ്. എക്സിൽ നിന്ന് 1ലേക്കുള്ള അകലവും എക്സിൽ നിന്ന് 3ലേക്കുള്ള അകലവും സെയിമാണ്. അപ്പൊ അതല്ലേ ഈക്വൽ ഇട്ട് വരത്തില്ലല്ലോ. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇവിടെ എക്സിൽ നിന്ന് 1ലേക്കുള്ള അകലവും എക്സിൽ നിന്ന് 3ലേക്ക്, കണ്ടോ, ഇത് എക്സ്. ഇവിടെ നിന്ന് 1ലേക്കുള്ള അകലവും ഇവിടെ നിന്ന് 3ലേക്കുള്ള അകലവും സെയിമാണ്. അല്ലെ ഇങ്ങനെ ഈക്വൽ ഇട്ട് വരത്തില്ല. അപ്പോൾ ഉറപ്പായിട്ടും എക്സ് എന്ന് പറയുന്ന സാധനം 1നും 3നും ഇടയിലായിരിക്കും. 1നും 3നും ഇടയിൽ നമുക്കറിയാൻ 2. അത് കൃത്യമായി ആരാന്ന് കണ്ടുപിടിക്കാനാണ് 1ഉം 3ഉം കൂട്ടിയിട്ട് പകുതി എടുക്കുന്നത്. ഇടയിലുള്ള ആളെ കാണാൻ 2 കൂട്ടിയിട്ട് പകുതി എടുത്താൽ പോരെ? 1ഉം 3ഉം കൂട്ടിയിട്ട് പകുതി എടുക്കും. ഇങ്ങനെയാണ് ഈ എളുപ്പ വഴി വന്നതിൻ്റെ പിന്നിലുള്ള ലോജിക്ക്. മനസ്സിലായോ? ഈ ലോജിക്കും കൂടെ മനസ്സിലാക്കി ഈ ക്വസ്റ്റ്യന്റെ പാറ്റേണും കൂടെ മനസ്സിലാക്കിയ കണ്ണ് തുറക്കുന്ന വേഗത്തിൽ 1 3 4 4 2 എഴുതാൻ പറ്റും. ഓക്കെ ആണോ? അപ്പൊ ഒന്നുകൂടെ പറ, ഇതിന്റെ അർത്ഥം എന്തുവാ മക്കളെ? മോഡുലസ് ഓഫ് എക്സ് മൈനസ് 1, എക്സിൽ നിന്ന് 1ലേക്കുള്ള അകലമാണ് ഇത്. അതെങ്ങനെ മനസ്സിലായി? മോഡുലസ് ഓഫ് എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എയ്ക്കും ബിക്കും ഇടയിലുള്ള അകലം. നമ്മളൊരു ഇക്വേഷൻ പഠിച്ചു. സംഖ്യാരേഖയിൽ 2 സംഖ്യകൾക്കുള്ള ഇടയിലുള്ള അകലം കാണാൻ മോഡുലസ് ഓഫ് എ മൈനസ് ബി. അപ്പൊ മോഡുലസ് ഓഫ് എക്സ് മൈനസ് 1 എന്ന് പറഞ്ഞാൽ എക്സിനും 1നും ഇടയിലുള്ള അകലം. മോഡുലസ് ഓഫ് എക്സ് മൈനസ് 3 എന്ന് പറഞ്ഞാൽ എക്സിനും 3നും ഇടയിലുള്ള അകലം. ഈക്വൽ ടു ഇട്ട് എഴുതിയാൽ നമുക്ക് എന്ത് മനസ്സിലായി? എക്സിനും 1നും ഇടയിലുള്ള അകലവും എക്സിനും 3നും ഇടയിലുള്ള അകലവും സെയിം ആണ്. 2 പേരുടെ അകലം സെയിം ആണ്. എക്സ് അവരുടെ നടുക്കാണ്. അങ്ങനെ നടുക്കുള്ള ആളെ കാണാൻ 1ഉം 3യൂടെ കൂട്ടിയിട്ട് പകുതി, 4ന്റെ പകുതി 2. ക്ലിയർ ആണ്? അങ്ങനെയാണ്. ഇതേപോലൊരു ചോദ്യം, മോഡുലസ് ഓഫ് എക്സ് മൈനസ് 3 ഈക്വൽ ടു മോഡുലസ് ഓഫ് എക്സ് മൈനസ് 4. നല്ലവണ്ണം പഠിച്ചവർക്കറിയാം ഈ പാറ്റേണിൽ വരിക. ഇടയ്ക്ക് മൈനസ് ആ മോഡുലസ് ആ ആദ്യം എക്സിൽ തുടങ്ങി 3ഉം 4ൂടെ കൂട്ടിയിട്ട് പകുതി എടുത്ത എക്സ് കിട്ടും. എക്സ് കാണാൻ 3ഉം 4ൂടെ കൂട്ടിയിട്ട് പകുതി, 3ഉം 4ൂടെ കൂട്ടിയ 7. 7ന്റെ പകുതി മക്കളെ 3.5 3.5. ഓപ്ഷൻ എ. ഇനി അതിന്റെ കൺസെപ്റ്റ് വൈസും കൂടെ നിങ്ങളുടെ മനസ്സിനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിക്കേ. മോഡുലസ് ഓഫ് എക്സ് മൈനസ് 3 എന്ന് പറഞ്ഞാൽ എക്സിനും 3നും ഇടയിലുള്ള അകലമായത്. മോഡുലസ് ഓഫ് എക്സ് മൈനസ് 4 എന്ന് പറഞ്ഞാൽ എക്സിനും 4നും ഇടയിലുള്ള അകലം. ഇവിടെ എക്സിനും 3നും ഇടയിലുള്ള അകലവും എക്സിനും 4നും ഇടയിൽ, എക്സ് 3നും ഇടയിലുള്ള അകലവും 4നും ഇടയിലുള്ള അകലവും തുല്യമാ. അപ്പൊ എക്സ് അവരുടെ നടുക്ക. 3നും 4നും നടുക്ക്. 3നും 4നും നടുക്ക് ആരാന്ന് കാണാൻ 2 കൂടെ കൂട്ടിയിട്ട് പകുതി 7. 7ന്റെ പകുതി മക്കളെ 3.5. ഇത്തരം ചോദ്യം വന്ന പരീക്ഷാ ഹോൾ ഈ പാറ്റേൺ ആണെന്ന് മനസ്സിലാക്കിയ മനസ്സിൽ ലഡു പൊട്ടിക്കോണം. ലോട്ടറി അടിച്ചു. നിങ്ങൾ ആലോചിക്കണം, നമ്മുടെ രീതിയാണ്. 3ഉം 4ഉം 7. 7ന്റെ പകുതി 3.5 കിട്ടി. കണ്ടോ? സിമ്പിൾ സാധനം. അടുത്ത് കുറച്ചുകൂടെ ഡിഫറെൻ്റ് ആയ ഒരു സാധനമാണ്. ഇത് നമ്മുടേതല്ല. കണ്ടോ? ഇത് നമ്മുടേതല്ല. ടെക്സ്റ്റ് കിടന്ന ചോദ്യമാണ്, പക്ഷെ നമ്മുടേതാക്കും. നോക്കാം. മോഡുലസ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് എക്സ് പ്ലസ് 4. പല രീതിയിൽ എഴുതാവേ. ഇത് കാണണം. അപ്പം നമുക്ക് എങ്ങനെ ചെയ്യും? നമ്മുടേതാണെങ്കിൽ എക്സ് മൈനസ് 1 അല്ലെ എക്സ് മൈനസ് ഒരു സാധനമാണ്. ഇവിടെയാണ് എക്സ് മാത്രമേ ഉള്ളൂ, ഇവിടെയാണ് പ്ലസ് 4. നമ്മുടേത് എങ്ങനെ ആക്കും? ഞാൻ ആക്കുന്ന ശ്രദ്ധിച്ചോണേ. മോഡുലസ് ഓഫ് എക്സിനെ നമുക്ക് എക്സ് മൈനസ് 0 എന്ന് എഴുതാം. അതെന്താ എന്ന് ചിലർ ചിന്തിക്കും.
എടാ എക്സ് എന്ന് പറഞ്ഞാലും എക്സ് മൈനസ് 0 എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെയല്ലേ? ആലോചിച്ച് നോക്ക്. -0 എന്ന് പറഞ്ഞാൽ അത് തന്നെയാ. 3 - 0 3, 7 0 7, 8 - 0 8. അതേപോലെ എക്സ് -0 എക്സ് തന്നെയാ. ഞാൻ വെറുതെ എഴുതിയെന്നേ ഉള്ളൂ നിങ്ങൾക്ക്. ഈക്വൽ ടു മോഡുലസ് ഓഫ് എക്സ് പ്ലസ് 4. നമ്മൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ മോഡുലസ് ഓഫ് എക്സ് -4 എന്ന് എഴുതി. ഓക്കെ ആണോ? അതെന്തുകൊണ്ടാ? രണ്ടു പേർക്കും മൈനസ് വന്നാൽ ഈ കളി നടക്കും. ഈ +4നെ ഒന്ന് മാറ്റാനായിട്ട് ഞാൻ രണ്ട് രീതിയിലും -4 എന്ന് എഴുതി. കാര്യം മൈനസും കയറി വരുമ്പോൾ അത് പ്ലസ് ആയിക്കോളും. അപ്പം -5നെ +5നെ മാറ്റാൻ ഞാൻ എങ്ങനെ എഴുതി? -5 എന്ന് എഴുതി. വെളിയിൽ 2 മൈനസ് ആകുമ്പോൾ പ്ലസ് ആവും. ഇപ്പോ ഇത് നമ്മളുടേതായ രീതിയിലായി. x -0 സമം മോഡുലസ് ഓഫ് x -4. അപ്പോൾ എക്സിന്റെ വില കാണാൻ ഈ 0യും ഈ -4 കൂട്ടിയിട്ട് 0യും -4 കൂട്ടിയിട്ട് പകുതി. -4ഉം 0 കൂട്ടിയാൽ -4 തന്നെ. -4ന്റെ പകുതി എന്ന് പറഞ്ഞാൽ -2. നമ്മുടെ ഉത്തരം ഓപ്ഷൻ ഡി -2. സ്വാഭാവികമായും കുറച്ച് പേർക്ക് ഡൗട്ട് തോന്നും. ഒന്നുകൂടെ മോഡുലസ് ഓഫ് എക്സ് നമ്മുടെ പാറ്റേണിലാക്കണം. നമ്മുടെ പാറ്റേൺ എന്തുവാ? എക്സ് മൈനസ് ഒരു സാധനം, അപ്പുറത്ത് മോഡുലസ് ഓഫ് എക്സ് മൈനസ് ഒരു സാധനം. അപ്പം മോഡുലസ് ഓഫ് എക്സിനെ നമ്മൾ മോഡുലസ് ഓഫ് x -0 എന്നാക്കി. കാര്യം എക്സ് എന്ന് എഴുതിയാലും x -0 എന്ന് എഴുതിയാലും ഒന്ന് തന്നെയാണ്. ഈക്വൽ ടു മോഡുലസ് ഓഫ് എക്സ് പ്ലസ് 4നെ നമ്മൾ ഇടയ്ക്കൊരു മൈനസ് വരേണ്ടത് കൊണ്ട് മോഡുലസ് ഓഫ് എക്സ് -4 എന്ന് ബ്രാക്കറ്റിൽ എഴുതി. കാര്യം ഇങ്ങനെ വന്ന രണ്ടും മൈനസ് ആവും. അപ്പൊ x+5നെ നമുക്ക് എഴുതാം x -5. x+1നെ നമുക്ക് എഴുതാം x -1. അതേപോലെ x+4നെ നമുക്കിവിടെ ഒരു മൈനസ് വരണം, അതുകൊണ്ട് -1. ഇനി ഇതിന്റെ കൺസെപ്റ്റ് വൈസ് ഒന്ന് പറഞ്ഞേ. ഇത് എക്സിൽ നിന്ന് 0യിലേക്കുള്ള ദൂരം, ഇത് എക്സിൽ നിന്ന് -4ലേക്കുള്ള ദൂരം. എടാ മോനെ, എക്സിൽ നിന്ന് 0യിലേക്കുള്ള ദൂരവും എക്സിൽ നിന്ന് -4ലേക്കുള്ള ദൂരവും സെയിമാ. അപ്പൊ എക്സ് ഇവരുടെ നടുക്ക. അപ്പൊ -4നും 0യ്ക്കും നടുക്കുള്ള ആളെ ഒപ്പിച്ച പണി കഴിഞ്ഞു. നടുക്കുള്ള ആളെ കാണാൻ 0യും -4 അല്ലെ -4യും 0യോടെ കൂട്ടിയിട്ട് പകുതി. അല്ലേ തന്നെ എല്ലാവർക്കും അറിയാം 0യ്ക്കും -4നും -2 ആണ്. ഇത് രണ്ടും കൂടെ 0 + -4 ഏതൊരു സംഖ്യയും 0 കൊണ്ട് കൂട്ടിയാൽ അത് തന്നെയാണ് -4/2. 4നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2. ഒരു പ്ലസ് സംഖ്യയും ഒരു മൈനസ് സംഖ്യയും ആകുമ്പോൾ മൈനസ്, ഒരു പ്ലസ് സംഖ്യയും ഒരു മൈനസ് സംഖ്യ ആകുമ്പോൾ മൈനസ്. നമ്മുടെ ഉത്തരം -2 ആണ്. ഓപ്ഷൻ ഡി ആണ് മുമ്പോട്ട് പോവാൻ. ഇനിയും നമ്മൾ ഇങ്ങനെ ഒന്ന് എഴുതി വെച്ചാ നിങ്ങൾ പേടിക്കേ വേണ്ട, കണ്ണും പൂട്ടി എഴുതാം. ഇത് നമ്മുടെ പാറ്റേൺ ആയി. എക്സ് തുടങ്ങി രണ്ടും മൈനസ് ആ മോഡുലസ് ആയി. 0 + -4/2 -4/2 0 കൊണ്ട് കൂട്ടിയ -4. 4/2 2. ഒരു പ്ലസും ഒരു മൈനസും ആകുമ്പോൾ മൈനസ്. നമ്മുടെ ഉത്തരം -2. ഇനി ഇങ്ങനെ വന്ന പേടിക്കത്തില്ല, നിങ്ങൾ പൊളിയായിട്ട്. അടുത്ത ചോദ്യം. ഒരു സമചതുരത്തിൽ ഒരു വൃത്തം അന്തർലേഖനം ചെയ്തിരിക്കുന്നു. ചിത്രത്തിൽ ഒരു കുത്തിട്ടാൽ അത് വൃത്തത്തിലാകാനുള്ള സാധ്യത എന്ത് എന്നതാണ് ചോദ്യം. മക്കളെ, 10ാം ക്ലാസ്സിലെ ടെക്സ്റ്റിൽ കിടന്ന ചോദ്യമാണ്. ചിലരിത് കാണുമ്പോൾ വിചാരിക്കും ഇങ്ങനൊക്കെ വരുമോ ചോദ്യം. മക്കളെ, കഴിഞ്ഞ UPന്റെ എക്സാമിന് ഇതിന്റെ വേറൊരു വേർഷൻ ചോദ്യം ഉണ്ടായിരുന്നു. നമ്മളെല്ലാം ചെയ്യും. മക്കളെ, ഇവിടെ എന്തുവാ പറയുന്നത്? മക്കളെ, ഇത് കുറച്ചുകൂടെ ഫിഗർ കറക്റ്റ് ആവണമായിരുന്നു. ഇത് ഒരു വൃത്തത്തിന്റെ റേഡിയസ് ആണ്. ഓക്കെ, സമചതുരത്തിൽ ഒരു വൃത്തം അന്തർലേഖനം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു സമചതുരമുണ്ട്. ആ സമചതുരത്തിന്റെ 4 സൈഡിലും മുട്ടി ഒരു വൃത്തം വരച്ചിട്ടുണ്ട്. 4 അന്തർലേഖനം ചെയ്യാന്ന് പറഞ്ഞാൽ എല്ലാ സൈഡിലും മുട്ടി വരച്ചു. ഇനി ചിത്രത്തിൽ നമ്മൾ ഒരു കുത്തിട്ടാൽ അത് വൃത്തത്തിനാകാനുള്ള സാധ്യത. അത് നമ്മൾ ഇങ്ങനെ വന്നിട്ട് ഒരു കുത്തിടുന്നു. ആ കുത്ത്
വൃത്തത്തിൻ്റെ അകത്തിൽ, ഈ സമചതുരത്തിൻ്റെ അകത്തിൽ, ഇപ്പൊ ഇവിടെ എവിടെയെങ്കിലും കുത്തിട്ടിട്ട് കാര്യമില്ല. നമ്മുടെ കയ്യിൽ ഈ ഒരു സാധനം എങ്ങനെ ഏൽപ്പിച്ചേക്കും, ഇതിൻ്റെ അകത്ത് നമ്മളൊരു കുത്തിട്ടു. ആ കുത്ത് വേണ്ട വൃത്തത്തിൽ, ഈ സമചതുരത്തിൽ നമ്മളൊരു കുത്തിട്ടു. ആ കുത്ത് വൃത്തത്തിൽ വരാനുള്ള സാധ്യത എന്താ എന്നതാണ് ചോദ്യം. പ്രോബബിലിറ്റി എന്താ എന്നതാണ് ചോദ്യം. മക്കളെ, പ്രോബബിലിറ്റി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ക്ലാസ് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് 10ാം ക്ലാസ്സിന്റെ ടെക്സ്റ്റിനെ ബേസ് ചെയ്ത് തന്നെ ചെയ്തിട്ടുണ്ട്, നോക്കിയാൽ മതി. ഇനി പോട്ട്. പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ഒന്ന് ചെക്ക് ചെയ്താൽ കിട്ടും. പ്രോബബിലിറ്റി എന്ന് പറയുന്നത് എപ്പോഴും, സാധ്യത എന്ന് പറയുന്നത് ഫേവറബിൾ വാല്യൂ ഡിവൈഡഡ് ബൈ ടോട്ടൽ എന്ന, മലയാളത്തിൽ പറഞ്ഞാൽ അനുകൂല ഫലങ്ങൾ ബൈ ആകെ ഫലങ്ങൾ എന്നാണ്. അതായത് ഒന്നുകൂടെ സാധ്യത കാണാൻ ഫേവറബിൾ വാല്യൂ ബൈ ടോട്ടൽ വാല്യൂ എന്ന്. അതായത് ടോട്ടൽ എന്ന് പറഞ്ഞാൽ ആകെ എന്തുണ്ട്, ഫേവറബിൾ എന്ന് പറഞ്ഞാൽ നമ്മളോട് ചോദിച്ചതിൻ്റെ വില. ഒന്നുകൂടെ, ഫേവറബിൾ വാല്യൂ നമ്മളോട് എന്ത് ചോദിച്ചു, ടോട്ടൽ എന്ന് പറഞ്ഞാൽ ആകെ എന്തുണ്ട്. ഓക്കെ ആണ്, മുമ്പോട്ട് വാ. ഇപ്പോ നമ്മളോട് ചോദിക്കുകയാണ് 5 വരെയുള്ള സംഖ്യകളിൽ നിന്ന്, 1 2 3 4 5, 5 വരെയുള്ള സംഖ്യകളിൽ നിന്ന് ഒറ്റ സംഖ്യ എടുക്കാനുള്ള സാധ്യത. അപ്പോഴേ നമ്മൾ മനസ്സിലോർക്കണം, സാധ്യത ഫേവറബിൾ ബൈ ടോട്ടൽ. ടോട്ടൽ നമ്മുടെ കയ്യിൽ 5 സംഖ്യകളുണ്ട്, 1 2 3 4 5. അപ്പോൾ ആകെ എണ്ണമാണ് അടിയിൽ. ഇനി ഫേവറബിൾ എന്ന് പറഞ്ഞാൽ നമ്മളോട് ചോദിച്ചതിൻ്റെ എണ്ണം. നമ്മളോട് എന്തുവാ ചോദിച്ചത്, ഒറ്റ സംഖ്യ എടുക്കാൻ. ഒറ്റ സംഖ്യ ഇതിൻ്റെ അകത്തിൽ 1 ഉണ്ട് 3 ഉണ്ട് 5 ഉണ്ട്, 3 സാധ്യത. മനസ്സിലായോ? 3/5. അതേപോലെ ഓർത്തോളുക, പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ ഫേവറബിൾ വാല്യൂ ഡിവൈഡഡ് ബൈ ടോട്ടൽ എന്നാണ്. ടോട്ടൽ എന്ന് പറഞ്ഞാൽ മൊത്തം എന്തുണ്ടോ അത്. ഫേവറബിൾ എന്ന് പറഞ്ഞാൽ നമ്മളോട് എന്ത് ചോദിച്ചോ അത്. ഇവിടെ എന്തോ ചോദിച്ചേക്കുന്നത്, നമുക്കിവിടെ ഉള്ളത് ഒരു സമചതുരം മൊത്തം ഉണ്ട്. ഒരു സമചതുരം മൊത്തം ഒരു സമചതുരം, മൊത്തം സമചതുരം. അപ്പൊ സമചതുരത്തിന്റെ ഏരിയ മൊത്തം. ഇനി നമ്മളോട് എന്താ ചോദിച്ചേ, ഇതിലൊരു കുത്തിടണം, ആ കുത്ത് വൃത്തത്തിൽ വരണം. അപ്പം നമ്മളോട് ചോദിച്ചേക്കുന്നത് വൃത്തത്തിൽ കുത്തു വരാനുള്ള സാധ്യത. വൃത്തത്തിൽ കുത്തു വരണമെങ്കിൽ നമ്മളോട് ചോദിച്ചേക്കുന്നത് വൃത്തത്തിന്റെ അത്രയും. അപ്പോ നമ്മുടെ കയ്യിൽ ആകെ ഉള്ളത് ഇത് മൊത്തം സമചതുരത്തിന്റെ ഏരിയ. ഇങ്ങനെ മൊത്തം എന്ന് പറഞ്ഞ ഏരിയ. ഇനി നമ്മളോട് ചോദിച്ചേക്കുന്ന വൃത്തത്തിൽ കുത്തു വരണം, വൃത്തത്തിന്റെ ഏരിയ ആണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. അപ്പം മക്കളെ, നമുക്ക് എല്ലാവർക്കും അറിയാം വൃത്തത്തിന്റെ ഏരിയ πr² ആണ്. ഇവിടെ റേഡിയസ് 6 ആയ സ്ഥിതിക്ക് വൃത്തത്തിന്റെ ഏരിയ എന്ന് പറയുന്നത് πr² ആണ്. ഓക്കെ ആണ്. അപ്പൊ നമ്മളോട് ചോദിച്ചേക്കുന്നത് വൃത്തത്തിൽ വരാനുള്ള സാധ്യത. അപ്പൊ ചോദിച്ചത് വൃത്തത്തിന്റെ ഏരിയ πr². അപ്പൊ ഫേവറബിൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് πr². ഇനി ടോട്ടൽ എന്ന് പറയുന്നത് സമചതുരം മൊത്തം. സമചതുരത്തിന്റെ ഏരിയ വേണം. സമചതുരത്തിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ഒരു വശമുണ്ട് ഏരിയ a² ആണ്. ഒരു വശമുണ്ട് ഏരിയ a². നിങ്ങൾ പറ, ഇവിടെ മുതൽ ഇവിടെ വരെ 6 ആണെങ്കിൽ ഇവ മൊത്തം എന്ന് പറയുന്നത് ഒരു വശമാണ് 2r ആണ്. ആണോ? കാര്യം ഇത്ര 6. അപ്പൊ അതായത് സൈഡിന്റെ പകുതി എന്ന് പറയുന്നത് 6. അപ്പൊ സൈഡ് മൊത്തം എന്ന് പറയുന്നത് 2r. ഒരു ഡയമീറ്റർ ആ സൈഡ്, കാര്യം 4 സൈഡിലും മുട്ടിയിട്ടുണ്ട്. അപ്പൊ 2r ആണ് ഇതിന്റെ ഒരു സൈഡ് എന്ന് പറയുന്നത്. അപ്പൊ ഒരു സമചതുരത്തിന്റെ സൈഡ് ഇതും 2r, ഇതും 2r എല്ലാം. അപ്പൊ ഈ സമചതുരത്തിന്റെ ഏരിയ എന്ന് പറയുന്നത് a² ആണ്. a എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഒരു സൈഡ് 2r ആണ്. 2r². ഇനി ചില കുഞ്ഞുങ്ങളുണ്ട് എന്ത് ചെയ്യുന്നറിയാം, 2r² എന്നൊക്കെ എഴുതി വെക്കും. അങ്ങനെയല്ല, സമചതുരത്തിന്റെ വശത്തിന്റെ സ്ക്വയർ ആണ്. സമചതുരത്തിന്റെ വശം 2r. 2rന്റെ സ്ക്വയർ കൊടുക്കുമ്പോൾ മൊത്തത്തിൽ 2ന് സ്ക്വയർ കൊടുക്കുമ്പോൾ 4, 6ന് സ്ക്വയർ കൊടുക്കുമ്പോൾ r². കാര്യം സ്ക്വയർ ഇവനും കൊടുക്കണം ഇവനും കൊടുക്കണം. അപ്പം നമുക്ക് മനസ്സിലായി
ഈ സമചതുരത്തിന്റെ ഏരിയ എന്ന് പറയുന്നത് 4r². 4r². സമചതുരത്തിന്റെ ഏരിയ എന്ന് പറയുന്നത് 4r². ഇനി നമ്മളോട് എന്തോ ചോദിച്ചു? വൃത്തത്തിലൊരു കുത്തിടണം, സമചതുരത്തിലൊരു കുത്തിടണം, ആ കുത്ത് വൃത്തത്തിലാവാനുള്ള സാധ്യത എന്ന് പറയുമ്പോൾ ഉറപ്പിച്ചോളുക, ഫേവറബിൾ വാല്യൂ ഡിവൈഡഡ് ബൈ ടോട്ടൽ. ടോട്ടൽ എന്ന് പറഞ്ഞാൽ എപ്പോഴും മൊത്തം ഒരു സമചതുരം, മൊത്തം സമചതുരമായതുകൊണ്ട് സമചതുരത്തിന്റെ ഏരിയ ആണ് മൊത്തം. സമചതുരത്തിന്റെ ഏരിയ 4r². ഇനിയും ഫേവറബിൾ എന്ന് പറഞ്ഞാൽ നമ്മളോട് എന്ത് ചോദിച്ചോ അത്. നമ്മളോട് വൃത്തത്തിൽ കുത്തിവീഴണം, വൃത്തത്തിന്റെ ഏരിയ നമുക്കറിയാം πr². അപ്പൊ നമുക്ക് കിട്ടി πr²/4r². മേളിൽ നിന്നും താഴെ നിന്നും r² പോയി, ബാക്കി എന്തേ ഉള്ളൂ? π/4 ആണ് മക്കളെ ഉത്തരം. ഓപ്ഷൻ ഡി. സിമ്പിൾ അല്ലേ? ഇതുപോലെ കുറേ ചോദ്യങ്ങൾ ആ ടെക്സ്റ്റിലുണ്ട്. വരും ദിവസങ്ങളിൽ നമ്മൾ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ പഠിച്ചു പോകും. ഒന്നൂടെ, ഒരു സമചതുരം മൊത്തം, ആ സമചതുരത്തിൽ കൊണ്ടൊരു കുത്തിടണം, ആ കുത്ത് ഈ വൃത്തത്തിൽ വീഴാനുള്ള സാധ്യത. പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാം, ഫേവറബിൾ വാല്യൂ ഡിവൈഡഡ് ബൈ ടോട്ടൽ വാല്യൂ. അനുകൂലം ഫലം ബൈ ആകെ ഫലം. ഫേവറബിൾ എന്ന് പറഞ്ഞാൽ നമ്മളോട് ചോദിച്ചത് എന്താണോ അത്. നമ്മളോട് എന്താ ചോദിച്ചേ? വൃത്തത്തിൽ കുത്തുവീഴണം, ഇത്രയും വൃത്തം. അപ്പൊ ഫേവറബിൾ എന്ന് പറഞ്ഞാൽ വൃത്തത്തിന്റെ ഏരിയ. വൃത്തത്തിന്റെ റേഡിയസ് 6 ആണെങ്കിൽ അതിന്റെ ഏരിയ എന്ന് പറയുന്നത് πr² ആണ്. റേഡിയസ് ഇവിടെ ഡയറക്റ്റ് പറഞ്ഞു, ക്വസ്റ്റ്യനിൽ 6 വരച്ചിട്ടാത്തുണ്ട്. അപ്പൊ ഇതിന്റെ റേഡിയസ് 6 ആണ്. ഈ വൃത്തത്തിന്റെ മൊത്തം ഏരിയ πr². ഇനി ടോട്ടൽ മൊത്തം ഒരു സമചതുരമാണ്. സമചതുരത്തിന്റെ ഏരിയ. എടാ മോനെ, സമചതുരത്തിന്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ a² ആണ്. അതായത് സൈഡ് എ ആണ്, a² ആണ്, സൈഡ് ഇൻറ്റു സൈഡ്. ഇവിടെ സമചതുരത്തിന്റെ സൈഡ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കണം 2r ആ. എങ്ങനെ? ഇത് 6. അപ്പൊ ഇതും മൊത്തം ആ ഒരു സൈഡ്. കാര്യം ഇതും മൊത്തം ഇതും സെയിം അല്ലേ? ഇത് 6 ആണ്, ഇതും 6, 2r. കാര്യം ഇവിടെ വരെ 6 പകുതി വരെ. അപ്പൊ ഇതും 6, 2r. അങ്ങനെയാണ് ഒരു സൈഡ് 2r. സമചതുരത്തിന്റെ സൈഡ് 2r. അപ്പൊ സമചതുരത്തിന്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ a² ആണ്. സൈഡിന്റെ സ്ക്വയർ ആണ്. സൈഡിന്റെ സ്ക്വയർ 2r ദ ഹോൾ സ്ക്വയർ. ഹോൾ സ്ക്വയർ കൊടുക്കുന്നതിന്റെ കാര്യം a² ആണ്. a² സൈഡ് എന്താണോ അതിന്റെ സ്ക്വയർ. സൈഡ് 2r ആണ്, 2rന്റെ സ്ക്വയർ. ഇവിടെ എന്താണോ അത് മൊത്തത്തിൽ. എക്ക് മാത്രമല്ല, a2r a² എന്ന് പറയുമ്പോൾ 2r ദ ഹോൾ സ്ക്വയർ. രണ്ടകത്തേക്ക് കൊടുത്താൽ 2ന്റെ സ്ക്വയറും 6ന്റെ സ്ക്വയർ. കാര്യം അകത്തുള്ള എല്ലാവർക്കും സ്ക്വയർ കൊടുക്കണം. 2ന്റെ സ്ക്വയർ 4, 6ന്റെ സ്ക്വയർ r². അപ്പൊ സമചതുരത്തിന്റെ ഏരിയ നമുക്ക് കിട്ടി 4r². ഇനി നമ്മളോട് ചോദിച്ചേക്കുന്നു പ്രോബബിലിറ്റി. പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ ഫേവറബിൾ ബൈ ടോട്ടൽ, സാധ്യത. അനുകൂലം ബൈ ആകെ. അനുകൂലം എന്ന് പറഞ്ഞാൽ വൃത്തത്തിൽ കുത്തുവീഴണം, വൃത്തത്തിന്റെ ഏരിയ πr². ടോട്ടൽ എന്ന് പറഞ്ഞാൽ ഇത് മൊത്തം നമ്മൾ കണ്ടുപിടിച്ചു 4r². r² പോയി. സെറ്റാണ് π/4. ഓപ്ഷൻ ഡി ഈസ് അവർ ആൻസർ. മക്കളെ, ഇവിടെ ഓപ്ഷൻ സെറ്റ് ചെയ്തപ്പോൾ എനിക്കൊരു അബദ്ധം പറ്റി. ഓപ്ഷൻ സിയിലും ഓപ്ഷൻ ഡിയിലും π/4 ആണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ ഓപ്ഷൻ സി അങ്ങ് മാറ്റിയിട്ട് 1/4 എന്നാക്കാവേ. ഒന്നുമില്ല, നിങ്ങൾ പഠിച്ചല്ലോ, ഒരു രസത്തിന് മാറ്റിയെന്നേ ഉള്ളൂ. ഇപ്പൊ ഓപ്ഷൻ സിയും ഡിയും π/4 ആണ്. അപ്പൊ എനിക്കൊരു അബദ്ധം പറ്റിയതാ. അപ്പൊ അതുകൊണ്ട് ഈ π/4 ഞാൻ അങ്ങ് മാറ്റിയിട്ട്, അല്ലെ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്യേണ്ടി വരും. ഈ π/4 മാറ്റിയിട്ട് 1/4. കാര്യമൊന്നുമില്ല. നമ്മുടെ ഉത്തരം π/4 സെറ്റ്. സമയവും ദൂരവും എന്ന ടോപ്പിക്കിന്റെ കീഴിൽ 7ാം ക്ലാസ്സിലുള്ള ഒരു ചോദ്യമാണ്. വളരെ നല്ലൊരു ചോദ്യം. അബു രാവിലെ 7 മണിക്ക് ബസ്സിൽ കയറി. സാധാരണയായി ബസ് 30 km/h മണിക്കൂർ വേഗതയിൽ സഞ്ചരിച്ച് 11 മണിക്കാണ് റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നത്. എന്നാൽ മഴ കാരണം ബസ് ശരാശരി 20 km/h വേഗത്തിലാണ് സഞ്ചരിച്ചത്. അബു 9 മണിക്ക് ബസ്സിൽ നിന്ന് ഇറങ്ങി ഒരു കാറിൽ 11 മണിക്ക് തന്നെ റെയിൽവേ സ്റ്റേഷനിൽ എത്തി. കാറിന്റെ ശരാശരി വേഗം എത്രയാണ് എന്നതാണ് ചോദ്യം. 4 ഓപ്ഷൻ ഉണ്ട്.
ഞാൻ ഈ ചോദ്യം വളരെ ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് പറഞ്ഞു തരാം. അബു എന്ന് പറയുന്ന ഒരാളുണ്ട്. അയാൾ 7 മണിക്ക് രാവിലെ ബസ്സിൽ കയറി. സാധാരണയായി ബസ് 30 കിലോമീറ്റർ പെർ മണിക്കൂർ എന്ന് പറഞ്ഞാൽ കിലോമീറ്റർ പെർ അവർ, 30 കിലോമീറ്റർ പെർ അവറിൽ ബസ് സഞ്ചരിച്ച് 11 മണിക്ക് റെയിൽവേ സ്റ്റേഷനിലെത്തും. അപ്പം എന്നും അബു രാവിലെ 7 മണിക്ക് ബസ്സിൽ കയറും, ബസ് 30-ൽ പോകും, 11 മണിയാവുമ്പോൾ റെയിൽവേ സ്റ്റേഷനിലെത്തും. ഇവിടെ വരെ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഓക്കെയാണ് അല്ലേ? ഇനി എന്ത് പറയുന്നു? എന്നാൽ ഇന്ന് അങ്ങനെയല്ല. മഴ കാരണം ബസ് 20 കിലോമീറ്റർ പെർ അവർ വേഗത്തിലാണ് സഞ്ചരിച്ചത്. മണിക്കൂർ എന്ന് പറഞ്ഞാൽ പെർ അവർ. ഇന്നത്തെ ദിവസം മഴയായിരുന്നു, ബസ് 20-ലാ പോയെ. അപ്പോൾ ഈ പുള്ളിക്ക് അബുവിന് മനസ്സിലായി ഇന്ന് 11 മണിക്കൊന്നും എത്താൻ പോകുന്നില്ല. അബു എന്ത് ചെയ്തു? 9 മണിക്ക് ബസ്സിൽ നിന്ന് ഇറങ്ങി. 9 മണിയായപ്പോൾ അബു ബസ്സിൽ നിന്ന് ഇറങ്ങി, ഒരു കാറ് കയറി. 11 മണിയാവുമ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തുകയും ചെയ്തു. അപ്പം ഇന്ന് ബസ് 20-ലാ പോയ മഴ കാരണം അബു അപ്പോൾ എന്ത് ചെയ്തു? ബസ്സിൽ നിന്ന് 9 മണിക്ക് ഇറങ്ങി, 7 മണിക്ക് കയറിയതാ, എന്നിട്ടൊരു കാർ എടുത്തു, 11 മണിക്ക് തന്നെ എത്തുകയും ചെയ്തു. എങ്കിൽ കാറിൻ്റെ ശരാശരി വേഗത എത്രയാണ് എന്നതാണ് ചോദ്യം. നമുക്ക് തുടങ്ങാം. അബു എത്ര ദൂരം സഞ്ചരിക്കും എന്ന് എങ്ങനെ കാണാൻ പറ്റും? നമുക്കറിയാം, നോർമലി അബു 7 മണിക്ക് ബസ്സിൽ കയറും, 30 കിലോമീറ്റർ പെർ അവർ വേഗതയിൽ സഞ്ചരിച്ച് 11 മണിക്ക് റെയിൽവേ സ്റ്റേഷനിൽ എത്തും. മക്കളെ, നോർമലി അബു സഞ്ചരിക്കുന്നത് 30-ലാണ്. കാര്യം ബസ് പോകുന്നത് 30-ലാണ്, കിലോമീറ്റർ പെർ അവർ. ഇനി അബു നോർമലി 7 മണിക്ക് കയറി 11 മണിക്ക് റെയിൽവേ സ്റ്റേഷനിൽ എത്തും. അപ്പൊ എത്ര മണിക്കൂർ എടുക്കും? 8 മണി, 9 മണി, 10 മണി, 11 മണി. നോർമലി 4 മണിക്കൂർ കൊണ്ടാണ് അബു അവിടെ എത്തുക. അപ്പൊ അബു പോകുന്ന സ്പീഡ് 30-ആണ്. 7 മണിക്ക് കയറി 11 മണിക്ക് അവിടെ എത്തുക എന്ന് പറഞ്ഞാൽ 4 മണിക്കൂർ കൊണ്ടാണ് അവിടെ എത്തുക. അപ്പോൾ അബു സഞ്ചരിക്കുന്ന ദൂരം എന്ന് പറയുന്നത് 30 ഗുണം 4 120 കിലോമീറ്റർ ആണ് എന്ന് മനസ്സിലാക്കാം. മഴയാണേലും അല്ലേലും അബു 120 കിലോമീറ്റർ ആണ് സഞ്ചരിക്കുന്നത്. അതെങ്ങനെ കിട്ടിയിടാവുകയെ? ഒന്നുകൂടെ, 7 മണിക്ക് കയറും, 11 മണിക്ക് നോർമലി എത്തും, 4 മണിക്കൂർ കൊണ്ടെത്തും. സഞ്ചരിക്കുന്ന സമയം 4 മണിക്കൂർ. ബസ് പോകുന്നത് 30-ലാണ്, സഞ്ചരിക്കുന്ന സ്പീഡ് 30. സമയം ഗുണം സ്പീഡ് ചെയ്താൽ ദൂരം, ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം എന്ന. സ്പീഡ് 30, എടുത്ത സമയം 4 മണിക്കൂർ, 120. അല്ലേ തന്നെ സിമ്പിളായി ആലോചിച്ചോ, 1 മണിക്കൂറിൽ 30, 4 മണിക്കൂറിൽ 30, 120. അപ്പൊ അബുവിന് മഴയാണേലും അല്ലേലും പോകേണ്ടത് 120 കിലോമീറ്റർ. ഓക്കെ ആണേ? ഇനി ഇന്ന് എന്തോ സംഭവിച്ചു? ഇന്ന് മഴ കാരണം ബസ് 20 കിലോമീറ്റർ പെർ അവറിലാണ് പോയി. ഇന്ന് ബസ് 20-ലാണ് പോയി. അപ്പൊ അബു എന്ത് ചെയ്തു? എന്നും അബു 7 മണിക്ക് കയറും, 9 മണിക്ക് ബസ്സിൽ നിന്നിറങ്ങി. അപ്പോഴേ ഉറപ്പിച്ചോണം, 7 മണിക്ക് കയറിയ ബസ്സിൽ നിന്ന് 9 മണിയായപ്പോ അബു ചാടി ഇറങ്ങി. അബു ഇന്ന് സഞ്ചരിച്ചത് ബസ്സില് 20 സ്പീഡിലാ ബസ് ഇന്ന് പോയ. മഴ കാരണം 20-ലാ പോയെ. അബു ഇന്ന് ബസ്സില് 2 മണിക്കൂറാ സഞ്ചരിച്ചേ. കാര്യം എന്താ? നോർമലി അബു എന്തായാലും 7 മണിക്ക് കയറും, പറഞ്ഞാലും പറഞ്ഞില്ലേ, 9 മണിക്ക് ഇറങ്ങി. 8 മണി, 9 മണി, 2 മണിക്കൂർ അബു സഞ്ചരിച്ചു. 20 പോകുന്ന ബസ്സിൽ 2 മണിക്കൂർ സഞ്ചരിച്ചാൽ അബു സഞ്ചരിച്ച ദൂരം എന്ന് പറയുന്നത് സ്പീഡ് ഇൻറ്റു ടൈം, 20 ഗുണം 2, 40 കിലോമീറ്റർ ആണ് അബു സഞ്ചരിച്ചത്. അല്ലേ തന്നെ സിമ്പിൾ ലോജിക് ആലോചിക്ക്. 20-ൽ ബസ് പോകുന്നു, 2 മണിക്കൂർ അബു പോയി, 20 വെച്ച് 2 മണിക്കൂർ, 40 കിലോമീറ്റർ പോയി. അബുവിന് 120 പോകണം. അബുവിന് 40 കിലോമീറ്റർ ഇപ്പോൾ ആയുള്ളൂ. ബാക്കി 120-ൽ നിന്ന് 40 പോയിട്ട് 80 കിലോമീറ്റർ അബു ബസ്സിൽ നിന്ന് ഇറങ്ങിയാലും പോകാനുണ്ട്. ഈ 80 കിലോമീറ്റർ അബു കാറിലാണ് പോയത്. കാര്യം മൊത്തം 120 പോകണം. 2 മണിക്കൂർ കൊണ്ട് 40 പോയി. ബാക്കി 80 കിലോമീറ്റർ ഉണ്ട്, അത് കാറിൽ പോകണം.
കാറിൽ എത്ര സമയം കൊണ്ടാണ് അവിടെ എത്തിയത്? 9 മണിക്ക് കാറിൽ കയറി, പതിവ് പോലെ 11 മണിക്ക് എത്തി. 9 മണിക്ക് ബസ്സിൽ നിന്ന് ഇറങ്ങി കാറിൽ കയറി 11 മണിക്ക് എത്തി. 2 മണിക്കൂർ കാറിൽ സഞ്ചരിച്ചു. 80 കിലോമീറ്റർ കാറിൽ പോയി. 2 മണിക്കൂർ കൊണ്ടാണ് പോയത്. അപ്പൊ കാറിന്റെ വേഗം എത്ര? വേഗത എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം ആണ്. സ്പീഡ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം. കാറിൽ പോയ ദൂരം 80, കാറിൽ പോയ സമയം 2. 80/2 ചെയ്ത നമുക്ക് മനസ്സിലായി 40 കിലോമീറ്റർ പെർ അവർ, 40 കിലോമീറ്റർ പെർ മണിക്കൂറാണ് ഉത്തരം. ഒരു വട്ടം കൂടെ ഞാനിത് പറയും പെട്ടെന്ന്. ഇവിടെ അബു എന്ന് പറയുന്ന ആള് 7 മണിക്കാണ് എന്നും പോകുന്നത്. 11 മണിയാവുമ്പോൾ അബു റെയിൽവേ സ്റ്റേഷനിലെത്തും. 7 മണി മുതൽ 11 മണി വരെ 4 മണിക്കൂർ കൊണ്ടാണ് അവൻ എത്തുക. ബസ് എന്നും പോകുന്നത് 30 കിലോമീറ്റർ പെർ മണിക്കൂർ, കിലോമീറ്റർ പെർ അവറിലാണ്. 30 വെച്ച് 1 മണിക്കൂർ, 4 മണിക്കൂർ, 120 കിലോമീറ്റർ അബു എന്നും പോകുന്ന ആളാ റെയിൽവേ സ്റ്റേഷൻ വരെ. അല്ലേ തന്നെ സ്പീഡ് 30, സമയം 4, ദൂരം എന്ന് പറയുന്ന സ്പീഡ് ഇൻറ്റു ടൈം 30 × 4 120. ഇന്ന് ബസ് പോയത് 20-ല്. 7 മണിക്ക് ബസ്സിൽ കയറിയ അബു, പറഞ്ഞാലും പറഞ്ഞില്ലല്ലോ 7 മണിക്ക് കയറും. 9-ല് അബു 9 മണിയായപ്പോ ഇറങ്ങി. ഇന്ന് അബു 2 മണിക്കൂറാണ് ബസ്സിൽ പോയത്. മഴ കാരണം 20 പോയ ബസ് 2 മണിക്കൂർ കൊണ്ട് അബു ഇറങ്ങിയപ്പോ ഓടിയ ദൂരം 20 × 2 40 കിലോമീറ്റർ. എന്തുകൊണ്ടാ? സ്പീഡ് 20, സമയം 2 മണിക്കൂർ. 120 കിലോമീറ്റർ പോകണം, 40 പോയുള്ളൂ. ബാക്കി 120-ൽ നിന്ന് 40 പോയിട്ട് 80 കിലോമീറ്റർ അബുവിന് ഇനി സഞ്ചരിക്കാനുണ്ട്. അബു ഇത് പക്ഷേ കാറിൽ കയറി 11 മണിയായപ്പോൾ എത്തുകയും ചെയ്തു. 9 മണിക്ക് ബസ്സിൽ നിന്ന് ഇറങ്ങി കാറിൽ കയറിയ അബു 11 മണിക്ക് എത്തണമെങ്കിൽ കാറ് 2 മണിക്കൂർ സഞ്ചരിച്ചു. അബുവിന് പോകേണ്ട ദൂരം കാറിൽ 80. അബു എടുത്ത സമയം 2. അബു പോയ ദൂരം 80 കാറില്, കാർ എടുത്ത സമയം 2. അപ്പൊ കാറിന്റെ ശരാശരി വേഗത എന്ന് പറഞ്ഞാൽ സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. ഡിസ്റ്റൻസ് 80, ടൈം 2. നമുക്ക് പറയാം 40 കിലോമീറ്റർ പെർ അവർ. അല്ലേ തന്നെ സിമ്പിളായി ആലോചിച്ച് നോക്ക്. 80 കിലോമീറ്റർ 2 മണിക്കൂർ കൊണ്ട്. അപ്പോൾ 1 മണിക്കൂറിൽ കിലോമീറ്റർ പെർ അവർ 40 സെറ്റ്. വളരെ നല്ലൊരു ചോദ്യമാണ്. ഇത് ക്ലിയറായി നല്ലവണ്ണം മനസ്സിലായെന്ന് കരുതുന്നു. അടുത്ത ചോദ്യം ഇതാ. 9ാം ക്ലാസ്സിലെ ഒരു ചോദ്യമാണ്. ഇപ്പൊ കുറേ നാളുകളായിട്ട് ഇത്തരം ചോദ്യം റിപ്പീറ്റ്. LGS, LD, +2 ലെവലിലൊക്കെ ഇത്തരം ചോദ്യം കണ്ടിന്യൂസ് റിപ്പീറ്റ്. ഇത്തരത്തിലുള്ള ഒരു 2 ചോദ്യം നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഇത് തന്നെ 2-3 പ്രാവശ്യം വന്നിട്ടുണ്ട്, ശ്രദ്ധിക്കുക. 1/5 പ്ലസ് 1/25 പ്ലസ് 1/125 വില എത്ര എന്നതാണ് ചോദ്യം. ഇത് വേണമെങ്കിൽ നമുക്ക് പോയിന്റിൽ, അല്ലെങ്കിൽ ഇങ്ങനെയായിരിക്കും ഈ ചോദ്യം. 1/5 പ്ലസ് 1/25 പ്ലസ് 1/125 ദശാംശ രൂപത്തിൽ എഴുതുക എന്നായിരിക്കും. അതായത് ഇവർക്ക് പോയിന്റിലുള്ള ഒരു വില കൊടുക്കണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ, പ്രോപ്പർ രീതി 1നെ 5 കൊണ്ട് ഹരിക്കുക, പോയിന്റ് കിട്ടും. 1നെ 25 കൊണ്ട് ഹരിക്കുക, പോയിന്റ് കിട്ടും. 1നെ 125 കൊണ്ട് ഹരിക്കുക, പോയിന്റ് കിട്ടും. അപ്പോഴത്തേക്കിന് ചുറ്റും ഒന്ന് നോക്കണം. PSC പരീക്ഷ കഴിഞ്ഞ് കിട്ടും. ബാക്കി ഇത് കൂട്ടുന്ന വീട്ടിൽ ചെന്നേ പറ്റുള്ളൂ. മനസ്സിലായോ? അപ്പൊ ഇപ്പം ഇത്രയും നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഇത്തരത്തിലൊരു ചോദ്യം വന്ന ഇത് ഹരിക്കാനും ഒന്നും നിങ്ങൾ ചെയ്യണ്ട. താഴെ എങ്ങനെങ്കിലും 10, 100, 1000 ആക്കാൻ പറ്റുമെന്ന് നോക്കാം. നിങ്ങളെ കൊണ്ട് പറ്റും, ഉറപ്പാ. താഴെ 5. അവരെ നമുക്ക് എങ്ങനെ 10 ആക്കാം? 2 കൊണ്ട് ഗുണിച്ചാൽ 5 10 ആവും. ഈ 2 മേളിലും ഗുണിക്കണം. അതെന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ, 10, 100, 1000 വന്നാൽ നമുക്ക് ഹരണം എളുപ്പമാണ്. അതുകൊണ്ട് നമ്മൾ താഴെ നോക്കിയിട്ട് താഴെ എങ്ങനെങ്കിലും 10, 100, 1000 ആക്കണം.
ഇവിടെ താഴെ ഛേദം 5. 5നെ എങ്ങനെ 10 ആക്കാം? × 2 × 2 ചെയ്താ ഈ 2 തന്നെ മേളിലും ഗുണിക്കണം. ചിലരത് മറന്നുപോകും. എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ, ഒരു വീട്ടിൽ 2 പിള്ളേരുണ്ട്. ആ 2 പേർക്കും ഒരാൾക്ക് മാത്രമായിട്ട് പരിപ്പോട വാങ്ങിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. പരിപ്പോട കൊടുത്താൽ ഇവനും കൊടുക്കണം, ഇവനും കൊടുക്കണം. ഇവനും കൊടുത്തു, അപ്പം അവൻ വഴക്കെട്ടും, മറ്റും വഴക്കെട്ടും, അപ്പം ഇവനും കൊടുത്തു. ഈ 25നെ നമുക്ക് എന്തായാലും 10 ആക്കാൻ പറ്റില്ല, 100 ആക്കാം. 25 × 4 ആണ് 100. ഇവിടെ 4 കൊടുത്താൽ മേളിലും കൊടുക്കണം 4. 125നെ നമുക്ക് 10 100 പറ്റില്ല, 1000 ആക്കാം. ഈ കൺവേർഷൻ ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചോണം. 125 × 8 ആണ് 1000. ഇത് PSCക്ക് നല്ല ഇഷ്ടപ്പെട്ട ഒരു കൺവേർഷനാണ്, പ്രത്യേകം ശ്രദ്ധിക്കുക. 125 2 ആകുമ്പോൾ 250 ആവും, 4 ആകുമ്പോൾ 500 ആവും, വീണ്ടും ഒരു 4 4 4 8 ആകുമ്പോൾ 1000 ആവും. ഇതേ 8 തന്നെ മേളിൽ. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. 1 × 2 2, 2/10 പ്ലസ് 1 × 4 4, 4/100 പ്ലസ് 1 × 8 8, 8/1000. ഇത് 1000. ഇനി ഏതെങ്കിലും ഒരു സംഖ്യയെ 10 കൊണ്ട് ഹരിക്കാൻ ഒരു സ്ഥാനം മാറ്റി പോയിന്റ് ഇട്ടാൽ മതി, 0.2. ഏതെങ്കിലും ഒരു സംഖ്യയെ 100 കൊണ്ട് ഹരിക്കാൻ 2 സ്ഥാനം മാറ്റി പോയിന്റ് ഇട്ടാൽ മതി, 0.04. ഏതെങ്കിലും ഒരു സംഖ്യയെ 1000 കൊണ്ട് ഹരിക്കാൻ 3 സ്ഥാനം മാറ്റി പോയിന്റ് ഇട്ടാൽ മതി. ഇവിടെ ഒരു സ്ഥാനമേ ഉള്ളൂ, ബാക്കി 2 സ്ഥാനം കയ്യിൽ നിന്ന് കൊടുത്തു. ഇനി ഇതെല്ലാം കൂടെ കൂട്ടുക. 0.2 പ്ലസ് 0.04 പ്ലസ് 0.008. 8 അതുപോലെ എഴുതി, 4 അതുപോലെ എഴുതി, 2 അതുപോലെ എഴുതി. കാര്യം ആരുമില്ല. 0.248 ആണ് ഉത്തരം. സെറ്റാണ്. ഓപ്ഷൻ എ ഈസ് അവർ ആൻസർ. ഒന്നുകൂടെ പെട്ടെന്ന് മക്കളെ, 1/5, 1/25, 1/125. 5നെ 10 ആക്കാൻ × 2, ഈ 2 തന്നെ മേളിൽ. 25നെ 100 ആക്കാൻ × 4, ഈ 4 തന്നെ മേളിൽ. 125നെ 1000 ആക്കാം × 8, ഈ 8 തന്നെ മേളിൽ. ഇടയ്ക്കെല്ലാം പ്ലസ് ഉണ്ട്, കൊടുക്കാൻ മറന്നുപോയത്. അപ്പൊ ഈ സാധനം 2/10 പ്ലസ് ഈ സാധനം 4/100 പ്ലസ് ഈ സാധനം 8/1000. ഏതെങ്കിലും ഒരു സംഖ്യയെ 10 കൊണ്ട് ഹരിക്കാൻ ഒരു സ്ഥാനം മാറ്റി പോയിന്റ് ഇട്ടു, 0.2 പ്ലസ്. ഏതെങ്കിലും ഒരു സംഖ്യയെ 100 കൊണ്ട് ഹരിക്കാൻ 2 സ്ഥാനം മാറ്റി പോയിന്റ് ഇടണം, ഒന്നേ ഉള്ളൂ, 0.04. കാര്യം ഒരു സ്ഥാനം കയ്യിൽ നിന്ന് കൊടുത്തു, പ്ലസ്. ഏതെങ്കിലും ഒരു സംഖ്യയെ 1000 കൊണ്ട് ഹരിക്കാൻ 3 സ്ഥാനം മാറ്റി പോയിന്റ് ഇട്ടു, 0.008. ഒരു സ്ഥാനമുള്ള 2 സ്ഥാനം കയ്യിൽ നിന്ന്. 0.2, 0.04, 0.008 കൂടെ കൂട്ടി 0.248 എന്ന് കിട്ടും. ഓപ്ഷൻ എ. മക്കളെ, 8ാം ക്ലാസ്സിലെ അടുത്തൊരു ചോദ്യമാണ്. 10% വാർഷിക നിരക്കിൽ കൂട്ടുപലിശ കണക്കാക്കുന്ന ബാങ്കിൽ ദിയ 8000 രൂപ നിക്ഷേപിച്ചു. 2 വർഷം കഴിഞ്ഞപ്പോൾ 5000 രൂപ പിൻവലിച്ചു. വീണ്ടും 1 വർഷം കഴിഞ്ഞാൽ ദിയയുടെ കണക്കിൽ എത്ര രൂപ ഉണ്ടാവും എന്നതാണ് ചോദ്യം. 4 ഓപ്ഷൻസ് ഉണ്ട്. അതായത് ദിയ എന്ന് പറയുന്ന ഒരാള് കൂട്ടുപലിശ കണക്കാക്കുന്ന ഒരു ബാങ്കിൽ 2 വർഷത്തേക്ക് കുറച്ച് പൈസ ഇട്ടു. 10% പലിശ, 8000 രൂപ ഇട്ടു. ഓക്കെ, 2 വർഷം കഴിഞ്ഞപ്പോൾ ദിയ പറഞ്ഞു, മുതലും പലിശയൊക്കെ എത്രയാണെന്ന് അറിയില്ല, വാട്ടവർ കുറേ ആയി കാണും, അതിൽ നിന്ന് ഒരു 5000 രൂപ ഇങ്ങനെ തന്നേക്കാൻ പറഞ്ഞു. അപ്പോൾ 5000 രൂപ വാങ്ങി. അപ്പം 3ാമത്തെ വർഷം 5000ന്റെ ബാക്കിയേ ഉള്ളൂ. 3 കൊല്ലം കഴിയുമ്പോൾ ബാക്കി എത്രയുണ്ട് എന്നതാണ് ചോദ്യം. ചോദ്യം ഒന്നുകൂടെ. 8000 രൂപ ദിയ 10% പലിശ നിരക്കിൽ കൂട്ടുപലിശ കണക്കാക്കുന്ന ഒരു ബാങ്കിലിട്ടു. 2 കൊല്ലം കഴിയുമ്പോൾ അതിൽ നിന്ന് കുറച്ച് പൈസ അങ്ങ് പിൻവലിച്ചു. 3 കൊല്ലം കഴിയുമ്പോൾ എത്രയുണ്ട് എന്നതാണ് ചോദ്യം. അപ്പം നമ്മൾ ആദ്യം ഈ 2 കൊല്ലം കഴിയുമ്പോൾ കൂട്ടുപലിശയായി മൊത്തം എത്ര രൂപ ദിയയുടെ അക്കൗണ്ടിലുണ്ട് എന്ന് കണ്ടെത്തണം. മക്കളെ, കൂട്ടുപലിശ പഠിച്ചവർക്കറിയാം, അല്ലെ ജസ്റ്റ് സെർച്ച് ചെയ്ത് നോക്കുക.
കൂട്ടുപലിശ കാണാനായിട്ട് നമ്മൾ 2 കൊല്ലമാണ് നമ്മളൊരു നമ്പർ ഉപയോഗിക്കും 1 to 1. ഇക്വേഷൻ വെച്ചും ചെയ്യാം. 2 കൊല്ലമാണ് നമ്മളൊരു നമ്പർ ഉപയോഗിക്കും 1 to 1. അപ്പൊ കുറച്ചു പേര് ചിന്തിക്കും 2 കൊല്ലം അല്ലല്ലോ 3 കൊല്ലമല്ലേ. 2 കൊല്ലം കഴിയുമ്പോൾ ദിയ കുറച്ച് പൈസ പിൻവലിച്ചിട്ടുണ്ട്, ബാക്കിയെ 3-ാം കൊല്ലത്തിലേക്ക് പോകൂ. അതുകൊണ്ട് 2 കൊല്ലം ദിയ പൈസ 5000 പിൻവലിക്കുന്നതിന് മുമ്പ് മൊത്തം കൂട്ടുപലിശ മൊത്തം കൂടെ എത്ര ആവും എന്ന് നമുക്ക് നോക്കാം. 2 കൊല്ലത്തെ കൂട്ടുപലിശയുടെ ചോദ്യമാണ്. 1 to 1 ആണ് നമ്പർ. ആദ്യം നമ്മൾ മുതൽ എഴുതും മക്കളെ. മുതൽ 8000. കൂട്ടുപലിശ അറിയത്തില്ല, നിങ്ങൾ പോയി നോക്കണം, കാണണം. മുതൽ എഴുതി 8000. ദെൻ 8000ന്റെ 10% അടുത്ത നിരയിൽ എഴുതും. വേണേ 8000 ഇൻറ്റു 10/100 ചെയ്യാം. അത് 800. ഏതൊരു സംഖ്യയുടെയും 10% എന്ന് പറഞ്ഞാൽ ഒരു സാധനം മാറ്റി പോയിന്റ് എന്നാ. 800ന്റെ 10% അടുത്ത നിരയിലോട്ട് എഴുതും 80. അപ്പൊ 8000, 8000ന്റെ 10% 800, 800ന്റെ 10% 80. എന്നിട്ട് താഴത്തെ സംഖ്യയും മേളത്തെ സംഖ്യയോടെ ഗുണിക്കുക. 8000, 1600, 80. അപ്പൊ ഈ 2 കൊല്ലം കഴിയുമ്പോ ദിയയുടെ അക്കൗണ്ടിൽ മൊത്തം എത്ര ഉണ്ടെന്ന് ചോദിച്ചാ മൊത്തം ഇതെല്ലോടെ കൂട്ടിയാ മതി. 8000, 1600, 80 ചേർത്ത് 9680 രൂപ ദിയയുടെ അക്കൗണ്ടിൽ മൊത്തമുണ്ട്. ഓക്കെ ആണോ? ഒന്നുകൂടെ. 2 കൊല്ലം കഴിയുമ്പോ 8000 രൂപയ്ക്ക് കൂട്ടുപലിശ രീതിയിൽ എത്ര മൊത്തമാവും അത് വെച്ച് നമ്മൾ ചെയ്തു. കൂട്ടുപലിശ രീതിയിൽ നോക്കിയ 2 കൊല്ലം കഴിയുമ്പോൾ മുതലും പലിശയോടെ ചേർത്ത് മൊത്തം 9680 രൂപയുണ്ട്. അതിൽ നിന്ന് 5000 രൂപ ദിയ വാങ്ങി. 9680 നിന്ന് 5000 പോയാല് ബാക്കി 4680 രൂപയുണ്ട്. 4680 രൂപ 3-ാം കൊല്ലം അവിടെ കിടപ്പുണ്ട്. ഇനി 3 കൊല്ലം അടുത്ത 1 വർഷം കഴിയുമ്പോൾ എത്ര രൂപയുണ്ടാവും? എടാ, അടുത്ത 1 വർഷം 4680 രൂപയേ ഉള്ളൂ. 1 വർഷത്തേക്ക് ഇനി കൂട്ടുപലിശ ഇല്ല. എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ മിനിമം 2 കൊല്ലം ആവുമ്പോഴേ അതിന് കൂട്ടുപലിശ എന്ന് പറയാൻ പറ്റും. 4680 രൂപ 3-ാം കൊല്ലം ഉണ്ട്. 3-ാം കൊല്ലം അവസാനമാവുമ്പോൾ മൊത്തം എത്ര രൂപ ഉണ്ടെന്ന് കാണണം. 3-ാം കൊല്ലം അങ്ങോട്ട് കയറുമ്പോൾ 4680 രൂപ. 1 കൊല്ലം എന്ന് പറയുമ്പോൾ ഒരു സാധാരണ പലിശ പോകുന്ന പോലെയാ. കാര്യം 1 കൊല്ലം കഴിഞ്ഞ് 4-ാം കൊല്ലത്തിലേക്ക് വരുമ്പോഴാ വീണ്ടും അത് കൂട്ടാവുന്ന മുതൽ ചേർത്ത്. നമുക്ക് ആ 1 കൊല്ലത്തെ മാത്രം മതി. 4680 രൂപ അവിടെ കിടന്ന അതിനൊരു 10% പലിശയൂടെ കിട്ടും. കാര്യം 1 കൊല്ലം കൊണ്ട് 468 രൂപ 3-ാം കൊല്ലത്തെ പലിശ കിട്ടും. 4-ാം കൊല്ലം വേണമെങ്കിൽ മുതലും മാറും. പക്ഷെ 4-ാം കൊല്ലത്തെ കാര്യമൊന്നും ചോദിക്കുന്നില്ല. 3 കൊല്ലം കഴിഞ്ഞ ദിയയുടെ 3 കൊല്ലം കഴിയുമ്പോൾ ബാക്കി കിടന്ന മുതലായ 4680 കിട്ടും. ഈ 1 കൊല്ലത്തെ മാത്രം പലിശയായ 468 കിട്ടും. അങ്ങനെ മൊത്തം കൂടെ 5148 രൂപ ദിയയുടെ അക്കൗണ്ടിൽ കാണും. 4-ാം കൊല്ലം ഈ 5448 കൂട്ടുപലിശ എടുക്കുന്ന വാട്ടവർ. പക്ഷെ 3-ാം കൊല്ലം കഴിയുമ്പോൾ ദിയയുടെ അക്കൗണ്ടിൽ ബാക്കി കിടന്ന 4680 കൊണ്ട് ആ 1 വർഷത്തെ പലിശയായ 468 കൊണ്ട് അങ്ങനെ 5148 ഓപ്ഷൻ എ. 1 വട്ടം കൂടെ ദിയ ഇട്ടത് 3 കൊല്ലത്തേക്കെന്നല്ല പറയുന്നേ. 8000 രൂപ ദിയ ഇട്ടു. 10% പലിശ നിരക്ക് കൂട്ടുപലിശയാണ്. 2 കൊല്ലം കഴിയുമ്പോൾ 5000 രൂപ പിൻവലിച്ചു. കൂട്ടുപലിശ ഓരോ വർഷവും മുതൽ എത്രയാണോ അതിൻ്റെ കൂടെയാണ് എടുക്കുന്നേ. അപ്പൊ സ്വാഭാവികമായും 2-ാം കൊല്ലമാകുമ്പോൾ മുതലും പലിശയൂടെ ചേർത്ത് ദിയ 5000 രൂപ പിൻവലിക്കാൻ ചെല്ലുമ്പോൾ എത്രയായി എന്ന് നമുക്ക് നോക്കാം.
2 കൊല്ലത്തെ കൂട്ടുപലിശ കാണുന്ന നമ്പർ 121 ആണ്. ആദ്യത്തെ നിരയിലും മുതൽ 8000, 8000ന്റെ 10% ഇവിടെ 800, 800ന്റെ 10% ഇവിടെ 80. വേണമെങ്കിൽ സൈഡിൽ കൊണ്ടുപോയി 10% കാണാം, അല്ലെങ്കിൽ 10% കാണാൻ ഒരു സ്ഥാനം മാറ്റി പോയിന്റ് ചെയ്യാ മതി. 8000, 800, 80. ഇനി താഴത്തെ സംഖ്യയും മേളത്തെ സംഖ്യയോടെ ഗുണിക്കുക. 8000, 800 ഗുണം 2 1600, 80 ഗുണം 80 180. അപ്പൊ 2 കൊല്ലം കഴിയുമ്പോൾ ദിയയുടെ അക്കൗണ്ടിൽ മൊത്തം മുതലും പലിശയോടെ ചേർത്ത് ഇത്രയേ ഉണ്ടാവും, 9680. ഇതെല്ലാം കൂട്ടി അതിൽ നിന്നൊരു 5000 രൂപ ദിയ വിഡ്രോ ചെയ്താൽ ബാക്കി 4680 രൂപ 3-ാം കൊല്ലം മുതലായിട്ട് അവിടെ നിൽക്കും. മുതലായിട്ട് മക്കളെ 4680 രൂപ 3-ാം കൊല്ലത്തെ മാത്രം ഇനി നോക്കിയാൽ മതി. കാര്യം ദിയ 1 വർഷം കഴിഞ്ഞാൽ ദിയയുടെ കണക്കിൽ എത്ര? 1 വർഷം എന്ന് പറയുമ്പോൾ അത് സാധാരണ പലിശ പോലെ പോകുന്നുള്ളൂ. കുറഞ്ഞത് 2 കൊല്ലമെങ്കിലും കഴിഞ്ഞാൽ മാത്രമേ പലിശ എടുത്ത് അത് മുതലിന്റെ കൂടെ കൂടൂ. ഒരൊറ്റ വർഷത്തെ പലിശ എന്ന് പറഞ്ഞാൽ സാധാരണ പലിശ. അല്ലേ തന്നെ മുതലിന്റെ കൂടെ ചേരണമെങ്കിൽ മിനിമം 2-ാം കൊല്ലത്തെ പലിശയെങ്കിലും എടുക്കണം. 1 കൊല്ലം 4680 അവിടെ കിടന്നു. അപ്പൊ 10% അതിന് പലിശ കിട്ടും അടുത്ത കൊല്ലം. 4680ന്റെ 10% എന്ന് പറഞ്ഞാൽ 468. കാര്യം ഒരു സ്ഥാനം മാറ്റി പോയിന്റ് ഇട്ടു. അപ്പൊ 4680ഉം 468 കൂടെ ചേർത്ത് അടുത്ത കൊല്ലം അവസാനിക്കുമ്പോൾ മൊത്തം 5148 രൂപ അക്കൗണ്ടിലുണ്ടാവും. വളരെ വ്യത്യസ്തമായ ഒരു ചോദ്യം 10ാം ക്ലാസ്സിൽ നിന്ന് വന്നതാണ്. ഒരു മട്ടത്രികോണത്തിന്റെ ലംബവശങ്ങളുടെ നീളങ്ങൾ 5 സെന്റിമീറ്റർ 12 സെന്റിമീറ്റർ ആയാൽ അന്തർവൃത്ത ആരം എത്ര സെന്റിമീറ്റർ ആണ്? മക്കളെ ശ്രദ്ധിക്കുക. ഇവിടെ ഒരു മട്ടത്രികോണത്തിന്റെ ലംബവശങ്ങളുടെ നീളങ്ങൾ, ഇത് കേട്ട് നിങ്ങൾ പേടിക്കണ്ട. മട്ടത്രികോണത്തിന്റെ ലംബവശങ്ങൾ എന്ന് പറഞ്ഞാൽ 90 ഉണ്ടാക്കുന്ന ഈ 2 വശങ്ങൾ പെർപെൻഡിക്കുലർ ആവുന്ന 90 ഉണ്ടാക്കുന്ന 2 വശങ്ങളുടെ നീളങ്ങൾ നമ്മളോട് പറഞ്ഞു. ഒരെണ്ണം 5ഉം ഒരെണ്ണം 12. ഇപ്പൊ 90 ഉണ്ടാക്കുന്നതാണ് ലംബവശം. അതിൽ ഒരെണ്ണം നമ്മളോട് പറയുന്നു 5, ഒരെണ്ണം നമ്മളോട് പറയുന്നു 12. നമ്മളോട് ചോദിച്ചേക്കുന്നു ഈ മട്ടത്രികോണത്തിന്റെ അന്തർവൃത്ത ആരം എത്ര? അതായത് ഈ അന്തർവൃത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു ത്രികോണത്തിന്റെയും അന്തർവൃത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രികോണത്തിനെ 3 വശവും അകത്ത് ടച്ച് ചെയ്ത് പോകുന്നതിനെയാണ് ഈ അന്തർവൃത്തം എന്ന് പറയുന്നത്. ഈ ഇന്നർ സർക്കിൾ എന്ന് പറയും. ഈ അന്തർവൃത്തത്തിന്റെ റേഡിയസ് എത്ര എന്നതാണ് ചോദ്യം. മക്കളെ വന്നാൽ ഉറപ്പായിട്ടും റാങ്ക് മേക്കിംഗ് ആവാൻ സാധ്യതയുള്ള ചോദ്യമാണ്. ഞാൻ ഇതിന് ഒരു കൺസെപ്റ്റ് പറയാം. ഈ കൺസെപ്റ്റ് നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചോളാം. മക്കളെ ശ്രദ്ധിക്കുക. ഏതൊരു ത്രികോണത്തിന്റെ, അതിപ്പം മട്ടത്രികോണം എന്നില്ല, സമഭുജ ത്രികോണം എന്നില്ല, സമപാർശ്വ ത്രികോണം എന്നില്ല, വിഷമഭുജ ത്രികോണം എന്നില്ല, ഏതൊരു ത്രികോണത്തിന്റെയും ഈ അന്തർവൃത്ത ആരം കാണാൻ, അകത്തെ സർക്കിളിന്റെ റേഡിയസ് കാണാൻ അതിന്റെ പരപ്പളവിനെ ചുറ്റളവിന്റെ പകുതി കൊണ്ട് ഹരിച്ചാൽ മതി. ഒന്നുകൂടെ പറയുന്നു, പരപ്പളവിനെ ചുറ്റളവിന്റെ പകുതി കൊണ്ട് ഹരിച്ചാൽ മതി. ഏരിയയെ സെമി പെരിമീറ്റർ കൊണ്ട് ഹരിക്കുക എന്ന കൺസെപ്റ്റ്. ഏരിയയെ പെരിമീറ്ററിന്റെ പകുതി കൊണ്ട് ഹരിച്ചാൽ മതി. ഇനി നിങ്ങൾ പല കേസുകളിലും സമഭുജ ത്രികോണത്തിന്റെയൊക്കെ അന്തർവൃത്ത ആരം കാണാനായിട്ട് ഇക്വേഷൻ ഉണ്ട്, പരിവൃത്ത ആരം കാണാനായിട്ടും ഇക്വേഷൻ ഉണ്ട്. അതൊക്കെ നിങ്ങൾക്ക് പഠിക്കേണ്ടി വരും. പക്ഷേ ഏതൊരു ത്രികോണത്തിന്റെ, സമഭുജ ത്രികോണത്തിനൊക്കെ എക്സ്ട്രാ ഇക്വേഷൻ ഉണ്ട്, അതൊക്കെ നോക്കണം. എന്നാലും പറഞ്ഞാണ്, ഏതൊരു ത്രികോണത്തിന്റെയും അന്തർവൃത്ത ആരം, അകത്തെ വൃത്തത്തിന്റെ ആരം കാണാൻ അവരുടെ ഏരിയയെ ചുറ്റളവിന്റെ പകുതി കൊണ്ട് ഹരിച്ചാൽ മതി.
ഏരിയയെ ചുറ്റളവിന്റെ പകുതി കൊണ്ട് ഹരിച്ചാൽ മതി. ഏരിയയെ ചുറ്റളവിന്റെ, വിസ്തീർണത്തെ പരപ്പളവിനെ ചുറ്റളവിന്റെ പകുതി കൊണ്ട്. അത് ഇന്ന ട്രയാങ്കിൾ ഒന്നൊന്നുമില്ല. വിഷമം, സമഭുജം, സമപാർശ്വം, മട്ടം ഏതും ആയിക്കോട്ടെ, പരപ്പളവിനെ ചുറ്റളവിന്റെ പകുതി കൊണ്ട് ഹരിച്ചാൽ മതി. ഇനി നിങ്ങൾ ഇതിലേക്ക് വാ. ഇനി ഇതൊരു മട്ടത്രികോണമാണ്. മട്ടത്രികോണത്തിന്റെ അകത്തെ സർക്കിളിന്റെ റേഡിയസ്, അന്തർവൃത്ത ആരമാണ് കാണേണ്ടത്. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം, ഏതൊരു ത്രികോണത്തിന്റെയും അകത്തെ സർക്കിളിന്റെ റേഡിയസ് കാണാൻ ഏരിയയെ ചുറ്റളവിന്റെ പകുതി കൊണ്ട് ഹരിക്കണം. അപ്പൊ നമുക്ക് ആദ്യം ഇവരുടെ ഏരിയ കാണാം. മക്കളെ, ഏരിയ കാണാൻ നമുക്കെല്ലാവർക്കും അറിയാം ½ ആണ് ഇക്വേഷൻ. മട്ടത്രികോണത്തിന്റെ കേസിൽ ½ ഇൻറ്റു പാദം എന്ന് പറയുന്നത് 5. ഹൈറ്റിന്റെ സ്ഥാനത്ത് മട്ടത്രികോണത്തിന്റെ കേസിൽ ഈ ലംബം തന്നെയാണ് കൊടുക്കുന്നത്. കാര്യം ½ ആണ് ഇക്വേഷൻ. മട്ടത്രികോണത്തിന്റെ കേസിൽ ½ എന്ന് പറയാം. അതായത് ഹൈറ്റിന്റെ സ്ഥാനത്ത് ഈ ലംബം തന്നെ വരും. കാര്യം ഹൈറ്റ് എന്തായാലും ഇതാ, ഹൈറ്റ് 12. അപ്പൊ ഇതൂടെ പോയ 6, 6 5 30 കണ്ട. അപ്പൊ മട്ടത്രികോണത്തിന്റെ ഏരിയ നമുക്ക് കിട്ടി 30. എല്ലാവരുടെയും കയ്യിലുണ്ടല്ലോ. അപ്പൊ ഒന്നുകൂടെ, ഒരു മട്ടത്രികോണത്തിന്റെ ഏരിയ കാണാൻ ½ ആണ്. ബി എന്ന് പറഞ്ഞാൽ ബേസ്, പാദം 5. എച്ച് എന്ന് പറഞ്ഞാൽ ഹൈറ്റ്, ഉന്നതി. മട്ടത്രികോണത്തിന്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ ലംബം തന്നെയാണ് ഹൈറ്റ്. പാദം 5, ലംബം 12. അപ്പം 30 കിട്ടി. ഇനി ഇതിന്റെ ചുറ്റളവ് വേണം. ചുറ്റളവെന്ന് പറയുന്നത് ചുറ്റിനുമുള്ള അളവ്. അതെ, ഈ 3 വശത്തോടെ കൂട്ടുന്നതാണ് ചുറ്റളവ്. പക്ഷെ ഇപ്പൊ നമ്മുടെ കയ്യിൽ 2 വശമേ ഉള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും മക്കളെ? ഇത് മട്ടത്രികോണത്തിന്റെ കർണമാണ്. മട്ടത്രികോണത്തിന്റെ കർണം കാണാൻ, ഹൈപ്പോട്ടനുസ് കാണാൻ, 90 ഓപ്പോസിറ്റുള്ള വലിയ വശം കാണാൻ √ പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ. പാദം എന്ന് പറയുന്നത് 5, 5ന്റെ സ്ക്വയർ 25 പ്ലസ് ലംബം എന്ന് പറയുന്നത് 12, 12ന്റെ സ്ക്വയർ 144 √ 169. നമുക്ക് മനസ്സിലായി 13. അപ്പൊ കർണം ഈ സാധനം 13 കിട്ടി. അപ്പൊ ഇനി ചുറ്റളവ് കാണാൻ എളുപ്പമല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ചുറ്റിനുമുള്ള അളവാ ചുറ്റളവ്, പെരിമീറ്റർ. ചുറ്റിനു ഓടി നടന്നിങ്ങ് കൂട്ടിയാൽ മതി. ഏതൊരു ത്രികോണത്തിന്റെ ചുറ്റളവ് ചുറ്റിനുമുള്ള അളവെടുത്താൽ മതി. 5ഉം 12ഉം 13 കൂടെ കൂട്ടിയാൽ 30. അപ്പൊ ചുറ്റളവ് നമുക്ക് കിട്ടി 30. അപ്പൊ ഈ മട്ടത്രികോണത്തിന്റെ ഏരിയ നമുക്ക് കിട്ടി 30. സോറി, ചുറ്റളവ് നമുക്ക് കിട്ടി 30. ഏരിയ നമുക്ക് കിട്ടി 30. ചുറ്റളവ് നമുക്ക് കിട്ടി 30. നമുക്കിത് രണ്ടും 30 വന്നു. ചാടിക്കയറി ഒന്നൊന്നൊക്കെ എഴുതാൻ തോന്നും. മക്കളെ, അന്തർവൃത്ത ആരം കാണാൻ ഏരിയയെ ചുറ്റളവിന്റെ പകുതി കൊണ്ട് ഹരിക്കുക. ഏരിയ എന്ന് പറയുന്നത് 30 ബൈ ചുറ്റളവ് 30 ആണ്. അതിന്റെ പകുതി 15. 30നെ 15 കൊണ്ട് ഹരിച്ചു. നമ്മുടെ ഉത്തരം 2 സെന്റിമീറ്റർ. അന്തർവൃത്താരം ഓപ്ഷൻ ബി 2 സെന്റിമീറ്റർ. സെറ്റാണ്. മുമ്പോട്ട് പോവാം. ഞാൻ ഒന്നുകൂടെ പറയാം, നിങ്ങൾ എല്ലാവരും എൻ്റെ ഒപ്പം പിടിക്കും ഉറപ്പായിട്ടും. ഇവിടുന്ന് നമ്മൾ പഠിക്കേണ്ട കാര്യം, ഏതൊരു ത്രികോണത്തിൻ്റെയും അന്തർവൃത്ത ആരം കാണാൻ നിങ്ങളോട് പറഞ്ഞാൽ അത് ഇന്ന ത്രികോണം ആയിക്കോട്ടെ. സമഭുജ ത്രികോണത്തിന് പ്രത്യേക ഇക്വേഷൻ ഒക്കെ പഠിക്കേണ്ടി വരും. ഞാൻ മുമ്പോട്ട് പോകുമ്പോൾ അത് പറയാം. ഇനി എനി ട്രയാങ്കിൾ, ഏതൊരു ത്രികോണത്തിൻ്റെയും അന്തർവൃത്ത ആരം കാണാൻ പറഞ്ഞാൽ അവരുടെ ഏരിയ, പരപ്പളവിനെ, വിസ്തീർണത്തെ ചുറ്റളവിന്റെ പകുതി കൊണ്ട് ഹരിക്കുക. ഇവിടെ ഒരു മട്ടത്രികോണമുണ്ട്. മട്ടത്രികോണത്തിന്റെ ലംബവശം എന്ന് പറയുമ്പോൾ 90 ഉണ്ടാവുന്ന വശങ്ങളാണ്. ഒരെണ്ണം 5ഉം ഒരെണ്ണം 12. ലംബവശങ്ങളെന്ന് പറയുമ്പോഴേ ഓർത്തോണം, പാദവും ലംബവുമാണ് ഈ പറയുന്ന 90 ഉണ്ടാവുന്നത്. ഈ മട്ടത്രികോണത്തിന്റെ ഏരിയ എന്ന് പറയുന്നത് ½ BH, ½ ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്.
ഹാഫ് ഇൻറ്റു പാദമായ 5 ഇൻറ്റു ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതാ എന്തായാലും ബേസിൽ നിന്നുള്ള ഹൈറ്റ്, ഈ ഓൾട്ടിറ്റ്യൂഡ് ഉന്നതി നമുക്കറിയാം 12. ഇത് ചെയ്തു വരുമ്പോൾ 30 സെന്റിമീറ്റർ ആണ് ഈ മട്ടത്രികോണത്തിന്റെ ഏരിയ വിസ്തീർണം. ഇനി ഇവരുടെ ചുറ്റളവ് വേണം. ചുറ്റളവെന്ന് പറഞ്ഞാൽ ചുറ്റിനുമുള്ള അളവാണ്. ചുറ്റിനും ഒരിടത്ത് 5, ഒരിടത്ത് 12. ഇത് നമുക്കറിയത്തില്ല. ഇതെന്ന് പറഞ്ഞാൽ മട്ടത്രികോണത്തിന്റെ 90-ന് ഓപ്പോസിറ്റുള്ള കർണം, വലിയ വശം, ഹൈപ്പോട്ടനുസ് ആണ്. ഏതൊരു മട്ടത്രികോണത്തിന്റെയും കർണം കാണാൻ, 90-ന് ഓപ്പോസിറ്റുള്ള ആളെ കാണാൻ റൂട്ട് ഓഫ് പാദം സ്ക്വയർ എ പ്ലസ് ലംബം സ്ക്വയർ പഠിച്ചു വെച്ചോ. റൂട്ട് ഓഫ് പാദം 5, 5ന്റെ സ്ക്വയർ 25, ലംബം 12, 12ന്റെ സ്ക്വയർ 144, റൂട്ട് ഓഫ് 169, 169ന്റെ റൂട്ട് 13. അപ്പൊ ഇത് 13ആയി. ചുറ്റളവെന്ന് പറഞ്ഞാൽ ചുറ്റിനുമുള്ള അളവാണ്. ചുറ്റിനും ഓടി നടന്ന 5ഉം 12ഉം 13ഉം. ഏതൊരു ത്രികോണത്തിന്റെ ചുറ്റളവ് കാണാൻ 3 കൂടെ കൂട്ടിയാൽ മതി. അപ്പൊ ചുറ്റളവ് നമുക്ക് കിട്ടി. 3 കൂടെ കൂട്ടുമ്പോ 30. ഓക്കെ ആണോ? 5, 12, 17, 13, 30. ഇനി നമ്മളോട് ചോദിച്ചേക്കുന്നു അന്തർവൃത്താരം. ഏതൊരു ത്രികോണത്തിന്റെയും അകത്തെ അന്തർവൃത്താരം കാണാൻ ഏറിയായെ ചുറ്റളവിന്റെ പകുതി കൊണ്ട് ഹരിക്കുക. ഇവിടെ ഏറിയ എന്ന് പറയുന്നത് 30 ബൈ ചുറ്റളവെന്ന് പറയുന്നത് 30, 30ന്റെ പകുതി 15, അല്ലെ 30/2 എന്നൊക്കെ എടുത്ത് തിരിച്ചിടാം, വേണ്ട. ഏറിയ 30, ചുറ്റളവ് 30, അതിന്റെ പകുതി 15, 30/15, 2 സെന്റിമീറ്റർ. സെറ്റാണ് ഓപ്ഷൻ ബി. അപ്പോ ഇന്ന് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ, പഠിച്ച കാര്യങ്ങൾ ഇത്രയും നല്ല രീതിയിൽ സെറ്റാണ് എന്ന് കരുതുന്നു. ഇതിൽ ജോമെട്രിയുടെ കാര്യം മാത്രം ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് ഓർമ്മിപ്പിക്കാം. സിലിണ്ടർ നമ്മൾ പഠിച്ചു, വൃത്തസ്തംഭം. വൃത്തസ്തംഭത്തിന്റെ വോളിയം, വ്യാപ്തം കാണാൻ πr²h, താഴെ πr², ഹൈറ്റ് πr²h. ഒരു സാധനത്തെ ഉരുക്കി മറ്റൊരു സാധനമാക്കുമ്പോൾ രണ്ടുപേരുടെയും വോളിയം സെയിം ആയിരിക്കും. ഇവിടെ ഒരു സിലിണ്ടറിനെ ഉരുക്കി മറ്റൊരു സിലിണ്ടർ ആക്കി, രണ്ടിന്റെയും വോളിയം, വ്യാപ്തം സെയിം ആണ്. പിന്നെ നമ്മൾ പ്രോബബിലിറ്റി എന്ന് പറയുന്ന സാധനം ഫേവറബിൾ വാല്യൂ ഡിവൈഡഡ് ബൈ ടോട്ടൽ വാല്യൂ. ഫേവറബിൾ എന്ന് പറഞ്ഞാൽ നമ്മളോട് ചോദിച്ചതിന്റെ എന്താണോ അത്. വൃത്തത്തിന്റെ ഏരിയ πr², മറ്റേതിന്റെ ഏരിയ സ്ക്വയർ ആണ്. സ്ക്വയറിന്റെ ഏരിയ കാണാൻ a². സൈഡ് ഏതാന്ന് വെച്ചാൽ അത് അതിനകത്ത് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ നമ്മൾ പഠിച്ചു ഏതൊരു ത്രികോണത്തിന്റെയും, ഒന്നുകൂടെ പറയുന്നു, ഏതൊരു ത്രികോണത്തിന്റെയും അന്തർവൃത്ത ആരം കാണാൻ പരപ്പളവിനെ, വിസ്തീർണത്തെ, ഏറിയായെ ചുറ്റളവിന്റെ പകുതി കൊണ്ട് ഹരിക്കുക. ഏറിയായെ പെരിമീറ്ററിന്റെ പകുതി കൊണ്ട് ഹരിക്കുക. സെറ്റാകും. ഇതല്ല, നമ്മൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങൾ കൃത്യമായി ഓക്കെ ആണെന്ന് കരുതുന്നു, കൃത്യമായി നോട്ടാക്കിയിട്ടുണ്ടെന്ന് കരുതുന്നു. ഇതേപോലെ അടുത്തൊരു ക്ലാസ്സിൽ കാണാം. ബൈ.